Hi all, welcome to ONCE. Mathematics for Computer and Information Science 3 എന്ന സബ്ജക്റ്റിൽ മൊഡ്യൂൾ 4 അതിൽ വരുന്ന എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സബ്ജക്റ്റിൻ്റെ കോഴ്സ് കോഡ് GMAT 301 ആൻഡ് ക്രെഡിറ്റ് 3 ആണ്. ഫസ്റ്റ് സിലബസ് ഒന്ന് ചെക്ക് ചെയ്യാം. മൊഡ്യൂൾ 4 മാർക്കോവ് ചെയിൻസ്, റാൻഡം വാക്ക് മോഡൽ, ഷാർപ്പ്മാൻ-കോൾമോഗ്രോവ് ഇക്വേഷൻസ്, classification of states, irreducible Markov chain, recurrent state, transient state and long run proportions. ഇത്രയും ടോപ്പിക്സ് ആണ് വരിക. അതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സ് ഒക്കെ തിയറി പോർഷൻ ആയിട്ട് ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളതാണ്. ബാക്കിയൊക്കെ പ്രോബ്ലംസും വരും. ഓക്കെ, ഫസ്റ്റ് വൺ മാർക്കോവ് ചെയിൻ. എ മാർക്കോവ് ചെയിൻ ഈസ് എ സ്റ്റോക്കാസ്റ്റിക് പ്രോസസ് xn that satisfies the Markov property P of xn plus 1 equal to j given xn equal to I, comma xn minus 1, xn minus 2, etc. x0, or we can write this as P of xn plus 1 equal to j given xn equal to I, which means xn plus 1 is the n plus 1th step in probability in the n plus 1th step, and the state j which depends only on the just previous state, step n, and state I. The future state depends only on the present state, not on the past. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാര്യം അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഫ്യൂച്ചർ പ്രഡിക്റ്റ് ചെയ്യുക. ഓക്കെ, അതിന് മുന്നേ ഉള്ള പാസ്റ്റിലുള്ള കാര്യങ്ങളൊന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ ബോർഡ് ഗെയിംസ്. ഒരു എക്സാമ്പിൾ ഏറ്റവും എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ബോർഡ് ഗെയിംസ് ആണ്. ദാറ്റ് മീൻസ് സ്റ്റേക്ക് ആൻഡ് ലാഡർ ഗെയിംസ്. അതിൽ നമ്മൾ ഇപ്പം ഏത് പൊസിഷനിലാണ് എന്നുള്ളതിനനുസരിച്ചാണ് അവിടെ നിന്ന് മുന്നോട്ടാണോ ബാക്കിലോട്ടാണോ പോവാന്ന് പറയാം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പൊസിഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദി കറന്റ് പൊസിഷൻ ആൻഡ് ഔട്ട്കം ഓഫ് ദി ഡൈസ്. കറന്റ് പൊസിഷനെയും ഔട്ട്കം ഓഫ് ഡൈസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് നെക്സ്റ്റ് സ്റ്റെപ്പ് മുൻപിലേക്കാണോ ബാക്കിലേക്കാണോ പോവാന്ന് ഡിസൈഡ് ചെയ്യുക. ഈ ടൈപ്പ് പ്രോസസ്സാണ് മാർക്കോവ് ചെയിൻ എന്ന് പറയുന്നത്. എ മാർക്കോവ് ചെയിൻ ഈസ് എ stochastic process that takes on a finite or countable number of possible states. If xn equal to I, it means the process is in state I at a time n. ഈ ഇങ്ങനെയുള്ള നോട്ടേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട്. xn equal to I എന്ന് പറഞ്ഞാൽ which means the process is in state I. അപ്പൊ ഇവിടെ കാണിക്കുന്ന വാല്യൂ സ്റ്റേറ്റിനെയാണ് കാണിക്കുക. ആൻഡ് ഇവിടെയുള്ള വാല്യൂ സഫിക്സ് ആയിട്ട് വരുന്നത് ടൈം അല്ലെങ്കിൽ സ്റ്റെപ്സിനെയാണ് കാണിക്കുക. The one step transition probability from state I to state j is given by one step എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പ് മുന്നോട്ട്. ഓക്കെ, അങ്ങനെ വരുന്നത് കാണിക്കുന്നത് P of xn plus 1 equal to j given xn equal to I, അല്ലെങ്കിൽ PIJ എന്ന് പറയാം. PIJ എന്ന് പറഞ്ഞാൽ ith സ്റ്റേറ്റിൽ നിന്ന് jth സ്റ്റേറ്റിലേക്ക് ഇൻ വൺ സ്റ്റെപ്പ്. ഇപ്പൊ എന്നിൽ നിന്ന് n+1 ഒരു സ്റ്റെപ്പില് ith സ്റ്റേറ്റിൽ നിന്ന് jth സ്റ്റേറ്റിലേക്ക് മാറുന്നു. ഓക്കെ, അതിനെ PIJ എന്ന് ഡിനോട്ട് ചെയ്യാം. If the transition probability does not depend on n, ഇനി ഈ n-നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ then that Markov chain is called a homogeneous Markov chain. n-നെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ that is called a homogeneous Markov chain. Otherwise it is non-homogeneous. For a homogeneous Markov chain, Pij equal to P of xn plus 1 equal to j given xn equal to I. ഇപ്പൊ പറഞ്ഞ ആ സെയിം ഡെഫിനിഷൻ തന്നെ ഹോമോജീനിയസ് മാർക്കോവ് ചെയിനിലാണ്. ആൻഡ് ദ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് അല്ലെങ്കിൽ TPM എന്ന് പറയും ഈസ് P ഈക്വൽ ടു PIJ. നമ്മൾ ആ ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതെങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് പറഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ്സ് പലതെടുക്കുവാണ്. 0, 1, 2, 3 എക്സെട്ര എന്ന് പറഞ്ഞ് ഇവിടെ സ്റ്റേറ്റ്സ് എടുക്കും. അത് കോളംസ്, റോസും കോളംസും ആയിട്ട് നമ്മൾ ആ സ്റ്റേറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യും. എന്നിട്ട് P00 എന്ന് പറയുന്ന വാല്യൂ ഡിനോട്ട് ചെയ്യുന്നത് ഫ്രം 0 to 0th സ്റ്റേറ്റ്. ഓക്കെ, P01 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0യിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേറ്റിലേക്ക്, P02 എന്ന് പറഞ്ഞാൽ 0യിൽ നിന്ന് സെക്കൻഡ് സ്റ്റേറ്റിലേക്ക് എന്ന് മീൻ ചെയ്യുന്നതാണ് ഈ വാല്യൂസ് എല്ലാം. അതുപോലെ P21 മീൻസ്
ഫ്രം സെക്കൻഡ് സ്റ്റേറ്റ് ടു ഫസ്റ്റ് സ്റ്റേറ്റ്. അപ്പൊ ഇങ്ങനെ ഒരു മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതിനെയാണ് TPM എന്ന് പറയാം. where Pij greater than or equal to 0. എല്ലാം പ്രോബബിലിറ്റീസ് ആണ്. പ്രോബബിലിറ്റീസ് ഓൾവേസ് ഗ്രേറ്റർ than or equal to 0. ആൻഡ് സിഗ്മ Pij ഈക്വൽ ടു 1. അതിന്റെ എല്ലാത്തിന്റെയും സം എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോബബിലിറ്റി 1 ആണ്. അപ്പൊ സം ഈക്വൽ ടു 1 ആയിരിക്കും. ദ n സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഇത് 1 സ്റ്റെപ്പ് ആണ് n-ന്ന് n+1ലേക്ക്. ഇനി n സ്റ്റെപ്പ് ട്രാൻസിഷൻ പ്രോബബിലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് Pij റേസ് ടു n. അപ്പൊ n സ്റ്റെപ്സ് ആണെങ്കിൽ നമ്മൾ അതിനെ Pij n എന്ന് ഡിനോട്ട് ചെയ്യും, വിച്ച് ഇസ് ഈക്വൽ ടു P of xn equal to j given x0 equal to I. എന്ന് പറഞ്ഞാൽ ith സ്റ്റേറ്റിൽ നിന്ന് jth സ്റ്റേറ്റിലേക്ക് മാറുന്നത് n സ്റ്റെപ്സ് മാറുമ്പോഴാണ്. 0-ൽ നിന്ന് n-ലേക്ക് മാറും. ഓക്കെ, അപ്പൊ n സ്റ്റെപ്സ് ആണ് മാറിയിരിക്കുന്നത്. സോ അതിനെ ഡിനോട്ട് ചെയ്യുന്ന Pij n എന്നാണ് ഡിനോട്ട് ചെയ്യുക. Let Pin equal to P of xn equal to I be the probability that the process is in state I at the nth step. ഇപ്പൊ P of xn equal to I എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് the process is in state I at nth step. For example, P of x2 equal to 3 എന്ന് പറഞ്ഞാൽ the process is in third state. ഇത് സ്റ്റേറ്റ് വരും, third state in the second step. Okay, second step. ഇങ്ങനെ നൊട്ടേഷൻ പറഞ്ഞാൽ അതാണ് മീൻ ചെയ്യുക. The initial state probabilities are. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ 0th സ്റ്റെപ്പില് ഇനീഷ്യൽ സ്റ്റേറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത് Pi0 എന്ന് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ P of x0 equal to I എന്ന് ഡിനോട്ട് ചെയ്യാം, where I greater than or equal to 0. And the vector P of 0. അപ്പോൾ ആ ഇനിഷ്യൽ സ്റ്റേറ്റ് പ്രോബബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റോ വെക്ടർ കണ്ടെയ്നിങ് all initial elements. P of 0 equal to P0 of 0, P1 of 0 and P2 of 0, etc. P00 means 0th സ്റ്റെപ്പില് 0th സ്റ്റേറ്റ്. P10 എന്ന് പറഞ്ഞാൽ 0th സ്റ്റെപ്പില് ഫസ്റ്റ് സ്റ്റേറ്റ്. അങ്ങനെ അങ്ങ് പോകും. ഓക്കെ, is called initial state probability vector or initial probability distribution. The state probability vector after n steps is, ഈ after n steps ഉള്ള പ്രോബബിലിറ്റീസിനെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾക്ക് ഡിനോട്ട് ചെയ്യാം. P of n equal to P0 of n, P1 of n, P2 of n, etc. After n steps കഴിഞ്ഞിട്ടുള്ള പ്രോബബിലിറ്റീസിനെ, പ്രോബബിലിറ്റി വെക്ടറിനെ നമുക്ക് ഇതുപോലെ ഡിനോട്ട് ചെയ്യാം. അതും ഒരു റോ വെക്ടർ ആയിരിക്കും. And it is related to the transition probability matrix P-as. ഇനി ഇതും ട്രാൻസിഷൻ പ്രോബബിലിറ്റി മെട്രിക്സ് TPM എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ പേജിൽ എഴുതി, അത് തമ്മിൽ കണക്ഷൻ എന്ന് പറഞ്ഞാൽ P of n equal to P0 into P raised to n ആയിരിക്കും. അപ്പൊ ആഫ്റ്റർ n സ്റ്റെപ്സ് ഉള്ള പ്രോബബിലിറ്റി വെക്ടർ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഇനീഷ്യൽ പ്രോബബിലിറ്റി P of 0 into P raised to n ചെയ്താൽ മതി. ദാറ്റ് ഈസ് അതൊന്നുകൂടി എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞാൽ P of 1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 0th സ്റ്റെപ്പാണ്. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്കുള്ളത് കാണാനായിട്ട് പ്രോബിലിറ്റി കാണാൻ പറഞ്ഞാൽ P of 1 equal to P of 0 into P എന്ന് എഴുതാം. ഇനി P of 2 ആണെങ്കിൽ P of 1 into P, അങ്ങനെ എക്സെട്ര. P of n എന്ന് പറഞ്ഞാൽ P of n-1 into P. അങ്ങനെ നമുക്ക് ആ ഫോർമുലാസ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ നൊട്ടേഷൻസ് എല്ലാം നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഇനിഷ്യൽ സ്റ്റേറ്റ് പ്രോബിലിറ്റി വെക്ടർ, ദെൻ P of n കാണാനുള്ള ഇക്വേഷൻ, പ്രോബിലിറ്റീസ് എല്ലാം നന്നായിട്ട് അറിഞ്ഞിരിക്കാം. The next one, Chapman-Kolmogorov theorem. Let xn n greater than or equal to 0 be a homogeneous Markov chain with TPM P equal to Pij and n step transition probability matrix Pn equal to Pijn, where Pijn അതൊക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻസ് തന്നെയാണ്. Pijn എന്ന് പറഞ്ഞാൽ P of xn equal to j given x0 equal to I. ആഫ്റ്റർ n സ്റ്റെപ്സ് കഴിഞ്ഞിട്ടുള്ള പ്രോബിലിറ്റി ആണ് പറഞ്ഞത്. ആൻഡ് Pij1 എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ 1 സ്റ്റെപ്പ് Pij1 equal to Pij എന്ന് ഡിനോട്ട് ചെയ്യാം. ദെൻ Chapman-Kolmogorov theorem states that P of n plus m equal to P of n into P of m എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ n plus mth സ്റ്റെപ്സ് ഉള്ള പ്രോബിലിറ്റി കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ആഫ്റ്റർ n സ്റ്റെപ്സ് ഉള്ള പ്രോബിലിറ്റി ഇൻറ്റു പ്രോബിലിറ്റി ആഫ്റ്റർ m സ്റ്റെപ്സ്, ആ പ്രോബിലിറ്റി വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദെൻ സെക്കൻഡ് വൺ, ഇതാണ് നമ്മൾ മെയിനായിട്ട്
കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു പ്രോബിലിറ്റി, ഈ തിയറത്തിന്റെ ഒരു പ്രോപ്പർട്ടി പി ഓഫ് എൻ ഈക്വൽ ടു പി റേസ് ടു എൻ. പി ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ എൻ സ്റ്റെപ്സ് കഴിഞ്ഞിട്ടുള്ള പ്രോബിലിറ്റി. അതിന് പകരം എന്ത് ചെയ്താൽ മതി? ടി പി എം റേസ് ടു എൻ ചെയ്താൽ മതി, പി റേസ് ടു എൻ ചെയ്താൽ മതി. ഓക്കെ, ഇനി അതിന്റെ പ്രോബ്ലംസ് ഒന്ന് നോക്കാം. ഫസ്റ്റ്, ദ ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് ഓഫ് എ മാർക്കോവ് ചെയിൻ xn n equal to 1 2 3 etc having 3 states. ഇവിടെ 3 states ആണ് പറഞ്ഞിരിക്കുന്നത്, 1 2 3. ആൻഡ് ടി പി എം, പി എന്ന് പറയുന്ന ടി പി എം തന്നിട്ടുണ്ട്. പി ഈക്വൽ ടു 0.1 0.5 0.4 0.6 0.2 0.2 0.3 0.4 0.3 ഇത് ടി പി എം തന്നിട്ടുണ്ട്. ആൻഡ് ദ ഇനീഷ്യൽ ഡിസ്ട്രിബ്യൂഷനും തന്നിട്ടുണ്ട്. പി ഓഫ് 0 ഈക്വൽ ടു 0.7 0.2 0.1. നമുക്ക് ഈ തന്നിരിക്കുന്ന പ്രോബബിലിറ്റീസ് എല്ലാം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഈ ടി പി എമ്മിൽ മാർക്ക് ചെയ്യാം. നമുക്കൊന്ന് ഈ സ്റ്റേറ്റ്സ് 1 2 3 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് റോസും കോളംസും ആയിട്ട് ഈ ടി പി എമ്മിൽ മാർക്ക് ചെയ്യുകയാണെങ്കിൽ, അപ്പൊ P11 എന്ന് പറയുന്ന എലമെന്റ് ഞാൻ ജസ്റ്റ് 1-2 എക്സാമ്പിൾ കാണിച്ചു തരാം. P11 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0.1 എന്നാണ് വാല്യൂ വരിക, ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് ഫസ്റ്റ് സ്റ്റേറ്റിലേക്ക്. ഓക്കെ, ഇനി P23 എന്ന് പറഞ്ഞാൽ P23 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P23 എന്ന് പറയുമ്പോൾ 2-ന് നേരെ 3യുടെ താഴെ ആ വാല്യൂ 0.2. അപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയാണ് വാല്യൂസ് ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, P32 എന്ന് പറഞ്ഞാൽ 0.4 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. ഇങ്ങനെ വാല്യൂസ് നമുക്ക് ചൂസ് ചെയ്യാം ടി പി എം എന്ന്. ഇനി ഇനീഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ തന്നിട്ടുണ്ട് പി ഓഫ് 0 ഈക്വൽ ടു. അപ്പൊ ഇനീഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ട് നമുക്ക് പി ഓഫ് x0 ഈക്വൽ ടു 1. x0 ഇനീഷ്യൽ സ്റ്റേറ്റില് ഇനീഷ്യൽ സ്റ്റെപ്പില് ഫസ്റ്റ് സ്റ്റേറ്റ് വരാനുള്ള പ്രോബിലിറ്റി, അതിനെ പി ഓഫ് x0 ഈക്വൽ ടു 1, അതിനെ 0.7 എന്ന് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അടുത്തത് 0.2 എന്ന് പറഞ്ഞാൽ പി ഓഫ് x0 ഈക്വൽ ടു 2. ഇനീഷ്യൽ സ്റ്റെപ്പില് സെക്കൻഡ് സ്റ്റേറ്റ് വരാനുള്ള പ്രോബിലിറ്റി, ദാറ്റ് ഇസ് 0.2 എന്ന് വരും. ഇനി അടുത്തത് 0.1 എന്ന് പറഞ്ഞാൽ പി ഓഫ് x0 ഈക്വൽ ടു 3 ഈക്വൽ ടു 0.1. അപ്പൊ ഇനിഷ്യൽ പ്രോബിലിറ്റീസിനെ നമുക്ക് അതുപോലെ എഴുതാം, പ്രോബ്ലം ചെയ്യുന്ന നേരത്തെ ആവശ്യം വരുന്നതാണ്. ഇനി ഫസ്റ്റ് ഫൈൻഡ് ചെയ്യേണ്ടത് പി ഓഫ് x1 ഈക്വൽ ടു 2 ഗിവൺ x0 ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ പി ഓഫ് x1 ഈക്വൽ ടു 2 ഗിവൺ x0 ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ തേർഡ് സ്റ്റേറ്റിൽ നിന്ന് സെക്കൻഡ് സ്റ്റേറ്റിലേക്ക് ഇൻ 1 സ്റ്റെപ്പ്, 0-ന്ന് 1-ലേക്ക് അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് ഈ പ്രോബബിലിറ്റി വെക്ടർ വെച്ചിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ P32 തേർഡ് സ്റ്റേറ്റിൽ നിന്ന് സെക്കൻഡ് സ്റ്റേറ്റിലേക്ക്. അപ്പൊ 3 2 ഇൻ 1 സ്റ്റെപ്പ് ആണ്. 1 സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഈ ടി പി എം തന്നെ നമുക്ക് യൂസ് ചെയ്യാം, P132 എന്ന് യൂസ് ചെയ്യാം. ഇനി വാല്യൂ നോക്കാം, P32 എന്ന് പറയുമ്പോൾ വാല്യൂ 0.4 എന്ന് കിട്ടും. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ബി, പി ഓഫ് x2 ഈക്വൽ ടു 3 ഗിവൺ x0 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് തേർഡ് സ്റ്റേറ്റിലേക്ക്, ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന്. അപ്പൊ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? P13 എന്ന് ഡിനോട്ട് ചെയ്യാം, ഫസ്റ്റ് സ്റ്റേറ്റിൽ നിന്ന് തേർഡ് സ്റ്റേറ്റിലേക്ക്. അപ്പൊ P13 ഇൻ 2 സ്റ്റെപ്സ് ആണ് അല്ലെ, 0-ന്ന് 2-ലേക്ക് ഡയറക്റ്റ് പോയിരിക്കുന്നത്. അപ്പോൾ അവിടെ 2 സ്റ്റെപ്സ് ആയതുകൊണ്ട് നമുക്ക് P2 എന്ന് ഡിനോട്ട് ചെയ്യണം. P2 ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യേണ്ടത്. P2 സെക്കൻഡ് 2 സ്റ്റെപ്സിൽ. ഓക്കെ, ആഫ്റ്റർ n സ്റ്റെപ്സ് എന്ന് പറയുമ്പോൾ Pn എന്നല്ലേ ഡിനോട്ട് ചെയ്യാം. അപ്പൊ P213 ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ. ബൈ ചാപ്മാൻ-കോൾമോഗ്രോ തിയറം നമുക്ക് ഈ P2 എന്ന് പറയുന്നത് ജസ്റ്റ് Pയുടെ സ്ക്വയർ കണ്ടാൽ മതി. അപ്പൊ P² 13 എന്ന് പറയുന്ന എലമെന്റ് നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് P എന്ന് പറയുന്ന മെട്രിക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതിന്റെ സ്ക്വയർ കണ്ടുപിടിക്കണം. അത് ഓൾറെഡി ഞാനിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. മെട്രിക്സിന്റെ സ്ക്വയർ P² ഈക്വൽ ടു, ജസ്റ്റ് കാൽക്കുലേറ്ററിൽ കൊടുത്ത് നിങ്ങൾക്ക് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. ഓക്കെ, അങ്ങനെ കൊടുത്ത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്ത് P² കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിച്ച വാല്യൂസ് ആണിത്. ഇപ്പൊ ഇത് 1 2 നമുക്ക് ഇനി ആ സ്റ്റേറ്റ്സ് എല്ലാം ഒന്ന് മാർക്ക് ചെയ്യാം. ഇപ്പൊ 1 2 3 1 2 3 റോസും കോളംസും ആയിട്ട് മാർക്ക് ചെയ്തു. നമുക്ക് വേണ്ട വാല്യൂ P² 13 എന്ന് പറഞ്ഞാൽ P² എന്ന് പറയുന്ന മെട്രിക്സിൽ 1/3 എലമെന്റ്
തേർഡ് എലമെന്റ് എന്ന് പറയുമ്പോൾ 0.26 എന്ന് വരും. ഓക്കെ, അപ്പൊ 0.26 ഇങ്ങനെയാണ് വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ ഇനി അടുത്തത് തേർഡ് വൺ, P of x3 equal to 2, x2 equal to 3, x1 equal to 3, x0 equal to 2 എന്ന് പറഞ്ഞാൽ ഈ കോമ ഇട്ടിട്ടുണ്ടെങ്കിലും ഇതെല്ലാം മീൻ ചെയ്യുന്നത് ഇന്റർസെക്ഷൻ എന്നുള്ള മീനിങ് ആണ്. എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി ഇന്റർസെക്ഷൻ എന്ന് പറയുന്ന ഫോമിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ബേസ് തിയറി ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒത്തിരി ഇക്വേഷൻസ് വരും. അപ്പൊ അതിന് എളുപ്പത്തിൽ ഞാൻ എഴുതാനായിട്ട് ഒരു മെത്തേഡാണ് ഈ എഴുതിയിരിക്കുന്നത്. ഇപ്പൊ x3 equal to 2, x2 equal to 3 എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് 2 ടേംസ് കൺസിഡർ ചെയ്യാം. ഞാൻ ആദ്യത്തെ 2 കൺസിഡർ ചെയ്തു. അപ്പൊ P of x3 equal to 2 ഗിവൺ എന്ന് പറയുന്നത് ഇട്ടിട്ട് എഴുതാം. ഗിവൺ x2 equal to 3 ഇൻറ്റു ഇനി അടുത്ത നെക്സ്റ്റ് 2 കൺസിഡർ ചെയ്യാം. x2 equal to 3 and x1 equal to 3. അപ്പൊ നമുക്ക് P of x2 equal to 3 ഗിവൺ x1 equal to 3 എന്ന് എഴുതാം. ഇനി അടുത്ത 2 x1 equal to 3 and x0 equal to 2. അപ്പൊ P of x1 equal to 3 given x0 equal to 2. ഇങ്ങനെ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇനി ലാസ്റ്റ് ഒരു ടേം മാത്രമായിട്ട് വരും. അപ്പൊ P of x0 equal to 2 എന്ന് വരും. ഓക്കെ, ഇനി ഇതിനെ നമുക്ക് നൊട്ടേഷൻസ് വെച്ച് എഴുതുമ്പോൾ ഫ്രം തേർഡ് സ്റ്റേറ്റ് ടു സെക്കൻഡ് സ്റ്റേറ്റ്. അപ്പൊ P3 2 എന്ന് വരും. ഇൻ 1 സ്റ്റെപ്പാണ്, 2ന്ന് 3യിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പൊ ഒരു സ്റ്റെപ്പേ പോയിട്ടുള്ളൂ. അപ്പൊ P3 to 1 എന്ന് വരും. ഇൻറ്റു ഇവിടെ ഫ്രം തേർഡ് സ്റ്റേറ്റ് ടു തേർഡ് സ്റ്റേറ്റ് ഡിനോട്ടഡ് ബൈ P33 ഇൻ 1 സ്റ്റെപ്പ്, 1ന്ന് 2യിലേക്ക് ഒരു സ്റ്റെപ്പാണ് ഫോർവേഡ് ആയിട്ടുള്ളൂ. അപ്പൊ P33 1 എന്ന് വരും. ആൻഡ് ഹിയർ ഫ്രം സെക്കൻഡ് സ്റ്റേറ്റ് ടു തേർഡ് സ്റ്റേറ്റ് ഇൻ 1 സ്റ്റെപ്പ്, 0ന്ന് 1ലേക്ക്. അപ്പൊ P23 1 എന്ന് വരും. ആൻഡ് P of x0 equal to 2 അത് ഓൾറെഡി നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. P of x ഇനീഷ്യൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. P of x0 equal to 2 0.2 എന്ന് തന്നിട്ടുണ്ട്. ഇനി ബാക്കി വാല്യൂസ് P32 1 എന്ന് പറഞ്ഞാൽ നമ്മുടെ മെട്രിക്സിൽ P32 1 ആണ്. അപ്പൊ ഈ ഗിവൺ TPM P തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. P32 എന്ന് പറയുമ്പോൾ 3ക്ക് നേരെ 2ന്റെ താഴെയുള്ള വാല്യൂ എന്ന് പറഞ്ഞാൽ 0.4 എന്ന് വരും. ഓക്കെ, ഇനി 3 എന്ന് പറയുമ്പോൾ 3 തേർഡ് റോ തേർഡ് കോളം എലമെന്റ് 0.3. അങ്ങനെ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P32 P33 ഇതെല്ലാം P എന്ന് പറയുന്ന മെട്രിക്സ് ആണ് വാല്യൂസ് എടുക്കുക. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ 0.0048 എന്ന് വരും. ഓക്കെ, ദെൻ ഈ ലാസ്റ്റ് ഫോർത്ത് വൺ P of x2 equal to 3. x2 equal to 3 എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് തേർഡ് സ്റ്റേറ്റില് സെക്കൻഡ് സ്റ്റെപ്പിൽ അല്ലെ, സെക്കൻഡ് സ്റ്റെപ്പിൽ തേർഡ് സ്റ്റേറ്റ് വരാനുള്ള പ്രോബബിലിറ്റി. ഓക്കെ, അപ്പോൾ അത് നമുക്ക് P of x2 equal to 3 എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ഏത് സ്റ്റേറ്റിലാണെങ്കിലും സെക്കൻഡ് സ്റ്റെപ്പില് തേർഡ് സ്റ്റേറ്റ് വരാനുള്ള പ്രോബബിലിറ്റി അങ്ങനെയാണ് മീൻ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇതിനെ P of x2 equal to 3 ഇനീഷ്യലി ഫസ്റ്റ് സ്റ്റേറ്റിലാണെങ്കിലും ഇനീഷ്യലി സെക്കൻഡ് സ്റ്റേറ്റിലാണെങ്കിലും ഇനീഷ്യലി തേർഡ് സ്റ്റേറ്റിലാണെങ്കിലും സെക്കൻഡ് സ്റ്റെപ്പില് തേർഡ് സ്റ്റേറ്റ് വരണം. ഓക്കെ, അങ്ങനെയുള്ള മീനിങ് നോക്കുമ്പോൾ P of x2 equal to 3 give x1 ഇന്റർസെക്ഷൻ ആണ് ഈ കോമ എന്ന് പറഞ്ഞ മീൻ ചെയ്യുക. x2 equal to 3 ഇന്റർസെക്ഷൻ x0 equal to 1 പ്ലസ് P of x2 equal to 3 x0 equal to 2 പ്ലസ് P of എല്ലാം ഓവർ കണ്ടീഷൻസ് ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയിലെല്ലാം പ്ലസ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഇനീഷ്യലി ഫസ്റ്റ് സ്റ്റേറ്റ് ഓർ ഇനീഷ്യലി സെക്കൻഡ് സ്റ്റേറ്റ് ഓർ ഇനീഷ്യലി തേർഡ് സ്റ്റേറ്റ്. ഓക്കെ, ദെൻ അപ്പോൾ ഈ പ്രോബബിലിറ്റീസ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്കറിയാം P of A given B എന്ന് പറഞ്ഞ ഫോമിൽ എന്താ? P of A given B equal to P of A intersection B by P of B എന്നാണ്. നമുക്കിവിടെ കണ്ടുപിടിക്കുന്നത് ഇന്റർസെക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇന്റർസെക്ഷൻ വരുമ്പോൾ P of A intersection B equal to P of A given B into P of B എന്ന് വരും. ഓക്കെ, അപ്പൊ അത് അപ്ലൈ ചെയ്യുമ്പോൾ A given B P of x2 equal to 3 given x0 equal to 1 into P of x0 equal to 1 P of B plus അതുപോലെ ഇവിടെ തന്നെ P of x2 equal to 3 given x0 equal to 2 into P of x0 equal to 2.
പ്ലസ് പി ഓഫ് എക്സ് ടു ഈക്വൽ ടു 3 ഗിവൺ x0 ഈക്വൽ ടു 3 ഇൻറ്റു പി ഓഫ് x0 ഈക്വൽ ടു 3 എന്ന് വരും. ഇനി നമുക്ക് നൊട്ടേഷൻസ് കൊടുക്കാം. നൊട്ടേഷൻസ് കൊടുക്കുമ്പോൾ പി ഫ്രം ഫസ്റ്റ് സ്റ്റേറ്റ് ടു തേർഡ് സ്റ്റേറ്റ്, ഫസ്റ്റ് സ്റ്റേറ്റ് അപ്പോൾ P13 എന്ന് ഡിനോട്ട് ചെയ്യും. ഇൻ 2 സ്റ്റെപ്സ്, 0 2 അപ്പോൾ അവിടെ P സ്ക്വയർ 13 എന്ന് വേണം ഡിനോട്ട് ചെയ്യാനായിട്ട്. ദെൻ P ഓഫ് x0 ഈക്വൽ ടു 1, അതങ്ങനെ തന്നെ എഴുതി. പ്ലസ് അടുത്തത് ഫ്രം സെക്കൻഡ് സ്റ്റേറ്റ് ടു തേർഡ് സ്റ്റേറ്റ്, അപ്പൊ P23 ഇൻ 2 സ്റ്റെപ്സ്, 0 to 2 ആണ്, അപ്പൊ P സ്ക്വയർ 23 എന്ന് വരും. ഇൻറ്റു P ഓഫ് x0 ഈക്വൽ ടു 2 പ്ലസ് നെക്സ്റ്റ് വൺ ഫ്രം തേർഡ് സ്റ്റേറ്റ് ടു തേർഡ് സ്റ്റേറ്റ്, അപ്പൊ P33 ഇൻ 2 സ്റ്റെപ്സ്, അപ്പൊ P33 സ്ക്വയർ എന്ന് വരും. ഇൻറ്റു P ഓഫ് x0 ഈക്വൽ ടു 3. ഇനി ഈ വാല്യൂസ് നമുക്ക് എടുക്കണം. P13 സ്ക്വയർ ആണ് അല്ലെ. P13 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് P സ്ക്വയർ എന്ന് പറയുന്ന മെട്രിക്സിന്റെ 1/3 എലമെന്റ് ആണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 1/3 എലമെന്റ് എന്ന് പറയുമ്പോൾ 0.26 എന്ന് വരും. ആ വാല്യൂ കൊടുത്തു. ദെൻ P ഓഫ് x0 ഈക്വൽ ടു 1 നമ്മളിവിടെ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. x0 ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ 0.7 ആണ്. അപ്പൊ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ P23 സ്ക്വയർ എന്ന് പറയുമ്പോൾ P സ്ക്വയർ എന്ന് പറയുന്ന മെട്രിക്സിൽ 2/3 എലമെന്റ്, അപ്പൊ 0.34 എന്ന് വരും. വാല്യൂ കൊടുത്തു. ആൻഡ് P ഓഫ് x0 ഈക്വൽ ടു 2, അത് നമ്മൾ ആദ്യമേ ഇനീഷ്യൽ പ്രോബബിലിറ്റിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ആ വാല്യൂസ് എല്ലാം. ആ വാല്യൂസ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വിച്ച് ഈസ് ഈക്വൽ ടു 0.279 എന്ന് വരും ആൻസർ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. ഷുവറായിട്ട് ചോദിക്കുന്ന ഒരു സെക്ഷനാണ് ഈ ക്വസ്റ്റ്യൻസ്. ഈ ടൈപ്പ് കൂടുതൽ ക്വസ്റ്റ്യൻസ് എല്ലാം വൺസിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്, ചെയ്തു നോക്കുക. Then next topic, limiting distribution or steady state distribution. Let Xn be a time homogeneous Markov chain on state space S equal to 1, 2, 3 if the probability distribution Xn denoted by pi n approaches a limit as n tends to infinity and this limit is independent of the initial distribution. We call it the limiting distribution or steady state distribution of Xn and denoted by pi equal to pi1, pi2, etc. Xn എന്ന് പറയുന്നത് ടൈം ഹോമോജീനിയസ് മാർക്കോവ് ചെയിൻ ആണ്, ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റേറ്റ് സ്പേസ് S. ആൻഡ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ Xn ഡിനോട്ട് ചെയ്യുന്നത് pi n which approaches limit n tends to infinity and this limit is independent of initial distribution. ഇനിഷ്യൽ ഡിസ്ട്രിബ്യൂഷനെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ ആണിത്. അങ്ങനെയുള്ളതിനെ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ വരുന്ന കേസിലാണ് സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം. അങ്ങനെയുള്ള വെക്ടർ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് pi equal to pi1, pi2, etc. എന്നാണ്. This means that for any initial distribution and for all j, limit n tends to infinity, p of xn equal to j equal to pi j. ഓക്കെ, അപ്പൊ ഇനീഷ്യലി എൻ്റെ വാല്യൂ ടെൻസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ എക്സൻ ഈക്വൽ ടു ജെ എന്ന് പറയുന്ന പ്രോബിലിറ്റി പൈ ജെക്ക് ഈക്വൽ ഉണ്ടാവും. ദ ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ പൈ സാറ്റിസ്ഫൈസ് pi1, pi2, etc. n. Then limiting probabilities in Markov chains. For all I and j, limit n tends to infinity, pij raised to n equal to pi j. ഇപ്പൊ പറഞ്ഞ സെയിം ഡെഫിനിഷൻ തന്നെ. ഫോർ എനി ഇനിഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ പൈ ഓഫ് 0, limit n tends to infinity, pi of 0 into p raised to n is equal to pi തന്നെയായിരിക്കും. ഓക്കെ, ആൻഡ് ലിമിറ്റ് n tends to infinity, p raised to n equal to, ഇത് വേറെ നൊട്ടേഷൻ ആണ് പൈയുടെ, പൈ തന്നെയാണ്, ക്യാപിറ്റൽ പൈ ആയിട്ട് പറയാം. pi, where pi is a stochastic matrix all of whose rows are equal to pi. ഇപ്പൊ ലിമിറ്റ് n tends to infinity, p raised to n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ സ്റ്റൊക്കാസ്റ്റിക് മെട്രിക്സ് പൈ, ഇങ്ങനെ ഡിനോട്ട് ചെയ്യും. ആൻഡ് ആ പൈയുടെ എല്ലാ വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൈയുടെ എലമെന്റ്സ്, ഇപ്പൊ pi1, pi2, etc. pi n, അതുപോലെ സെക്കൻഡ് റോയും pi1, pi2, etc. pi n, ഇങ്ങനെയുള്ള എല്ലാ റോസും സെയിം ആയിരിക്കും. അങ്ങനെയുള്ള മെട്രിക്സ് ആയിരിക്കും. ഇഫ് Xn ഹാസ് എ finite state space S, then the limiting distribution pi equal to pi1, pi2, etc. Then pi1 plus pi2 plus etc. plus pi n equal to 1 and pi p equal to pi.
അപ്പോൾ ഈ പൈ എന്ന് പറയുന്നത് ഈ രണ്ട് പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യും. പൈ 1 പ്ലസ് പൈ 2 പ്ലസ് എക്സെട്ര പൈ n ഈക്വൽ ടു 1 ആയിരിക്കും. ആൻഡ് പൈ ഇൻറ്റു പി എന്ന് പറയുന്നത് പി എന്ന് പറഞ്ഞാൽ TPM ആണ്. പൈ ഇൻറ്റു പി ഈക്വൽ ടു പൈ തന്നെയായിരിക്കും. അപ്പൊ ഈ രണ്ട് പ്രോപ്പർട്ടീസും വെച്ചിട്ട് നമുക്ക് സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. ദ വാല്യൂ പൈ ജെ റെപ്രസെന്റ്സ് ലോങ് ടേം പ്രോബിലിറ്റി. ഈ പൈ ജെ എന്ന് പറഞ്ഞാൽ ലോങ് ടേം പ്രോബിലിറ്റി ഡിനോട്ട് ചെയ്യുന്നു. മാർക്കോവ് ചെയിൻ ബീയിങ് ഇൻ സ്റ്റേറ്റ് ജെ. ദെൻ അതിന്റെ പ്രോബ്ലം ചെയ്യാം. A Markov chain Xn n equal to 0, 1, 2, etc. on state space 1, 2, 3. ഇവിടെ state space 1, 2, 3 തന്നിട്ടുണ്ട്. Has initial distribution തന്നിട്ടുണ്ട്. P of x0 equal to I equal to 1 by 3. or I equal to 1, 2, 3, 1, 2, 3. 3 states ഇവിടെ ഉള്ളൂ. And transition probability matrix TPM is also given. P is also given. Find the limiting distribution. ഇപ്പൊ ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ കാണാൻ പറഞ്ഞാൽ നമുക്ക് പൈയുടെ വാല്യൂ കാണാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് പ്രോപ്പർട്ടീസും യൂസ് ചെയ്തിട്ട് വേണം പൈയുടെ വാല്യൂ കാണാനായിട്ട്. TPM തന്നിട്ടുണ്ട്. TPM is a 3x3 മെട്രിക്സ്. അപ്പൊ നമുക്ക് 3x3 മെട്രിക്സ് ആയതുകൊണ്ട് ഈ പൈ എന്ന് പറയുന്ന വെക്ടർ നമുക്ക് പൈ ഈക്വൽ ടു π1 3 എലമെന്റ്സ് ഉള്ള ഒരു വെക്ടർ ആയിട്ട് ചൂസ് ചെയ്യാം. π1, π2, π3 എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട് ചൂസ് ചെയ്യാം. ആൻഡ് ഫസ്റ്റ് പൈ പി ഈക്വൽ ടു പൈ എന്ന് പറയുന്ന ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, പൈ എന്ന് പറഞ്ഞാൽ π1, π2, π3 ഇൻറ്റു പി എന്ന് പറയുന്ന TPM തന്നിട്ടുണ്ട് ഈക്വൽ ടു π1, π2, π3. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്ന മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ വെച്ചിട്ട് ഈ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും അപ്പൊ π1 ഇൻറ്റു 0.1 ഓക്കെ പ്ലസ് π2 ഇൻറ്റു 0.6 പ്ലസ് π3 ഇൻറ്റു 0.3 ഈക്വൽ ടു റൈറ്റ് സൈഡിലെ ഫസ്റ്റ് എലമെന്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യാം. ഈക്വൽ ടു π1 എന്ന് വരും. ഇതിനടുത്ത് ഈ ഫസ്റ്റ് റോ ആൻഡ് സെക്കൻഡ് കോളം അപ്പോൾ π1 ഇൻറ്റു 0.5 പ്ലസ് π2 ഇൻറ്റു 0.2 പ്ലസ് π3 ഇൻറ്റു 0.4 ഈക്വൽ ടു സെക്കൻഡ് എലമെന്റ് π2. ആൻഡ് അടുത്തത് 0.4 ഇത് ഫസ്റ്റ് റോ ആൻഡ് തേർഡ് കോളം മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ π1 ഇൻറ്റു 0.4 പ്ലസ് π2 ഇൻറ്റു 0.2 പ്ലസ് π3 ഇൻറ്റു 0.3 ഈക്വൽ ടു തേർഡ് എലമെന്റ് π3. ഓക്കെ, ഇനി ഈ ഡെസിമൽസ് ഉള്ള വാല്യൂസ് ആയതുകൊണ്ട് അതെല്ലാം കളയാനായിട്ട് നമുക്ക് മൾട്ടിപ്ലൈയിങ് ബൈ 10 ഓൺ ബോത്ത് സൈഡ്സ്. സോ ഇറ്റ് ബിക്കംസ് π1 പ്ലസ് 6π2 പ്ലസ് 3π3 ഈക്വൽ ടു 10π1 എന്ന് വരും. ആൻഡ് സെക്കൻഡ് ഇക്വേഷൻ ബിക്കംസ് 5π1 പ്ലസ് 2π2. എല്ലാത്തിന്റെയും രണ്ട് സൈഡിലും 10 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, ആ ഡെസിമൽസ് ഒന്ന് കളയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 3 ഇക്വേഷൻസ് കിട്ടും. തേർഡ് ഇക്വേഷൻ 4π1 പ്ലസ് 2π2 പ്ലസ് 3π3 ഈക്വൽ ടു 10π3 എന്ന് വരും. ഇനി ഈ 10π1 നമുക്ക് ലെഫ്റ്റിലേക്ക് എടുത്തിട്ടൊന്ന് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ടേംസിനെ എല്ലാം റൈറ്റിലേക്ക് കൊണ്ടുപോവാണ്. അപ്പൊ ഈ π1 റൈറ്റിലേക്ക് പോകുമ്പോൾ 10π1 മൈനസ് π1 അപ്പൊ 9π1 എന്ന് വരും. ആൻഡ് ബാക്കിയുള്ള രണ്ട് ടേംസും റൈറ്റിലേക്ക് പോവാണ്. അപ്പൊ 6π2 റൈറ്റിലേക്ക് പോകുമ്പോൾ മൈനസ് 6π2 എന്ന് വരും. 3π3 റൈറ്റിലേക്ക് പോകുമ്പോൾ മൈനസ് 3π3 ഈക്വൽ ടു 0 എന്ന് വരും. ഇനി ഇതിലെല്ലാം 3 കോമൺ ആയതുകൊണ്ട് ഞാൻ 3 ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ 3π1 മൈനസ് 2π2 മൈനസ് π3 ഇത് ഇക്വേഷൻ 1 എന്ന് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ആ 3 ക്യാൻസൽ ചെയ്തു. ദെൻ അടുത്ത സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഈ പറഞ്ഞ പോലെ 10π2നെയാണ് ലെഫ്റ്റിലേക്ക് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ 5π1 മൈനസ് 8π2 പ്ലസ് 4π3 ഈക്വൽ ടു 0 എന്ന് വന്നു. അത് സെക്കൻഡ് ഇക്വേഷൻ ആയിട്ട് ചൂസ് ചെയ്തു. ഇപ്പൊ നമുക്ക് രണ്ട് ലീനിയർ ഇക്വേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഈ ഇക്വേഷൻസ് ചൂസ് ചെയ്യാനായിട്ട് സോൾവ് ചെയ്ത് π1, π2, π3യുടെ വാല്യൂസ് കണ്ടുപിടിക്കണം. ഇത് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് ചെയ്യാൻ അറിയാം. π1 ബൈ മെട്രിക്സ് നമ്മൾ ഡിറ്റർമിനൻസ് എടുക്കുന്ന സെയിം മെത്തേഡിൽ എങ്ങനെ വരിക? അപ്പോൾ π1 ബൈ π1ന്റെ കോഎഫിഷ്യൻസ് കൺസിഡർ ചെയ്യാതെ ബാക്കി രണ്ടെണ്ണം. അപ്പൊ -2 ഡിറ്റർമിനന്റ് എടുക്കാം, -1 -8 ആൻഡ് 4. ഓക്കെ, അപ്പോൾ π1ന്റെ കോഎഫിഷ്യൻസ് ബാക്കി -2 -1 -8 4 ഈക്വൽ ടു -π2 ബൈ -π2 ബൈ അപ്പൊ π2 എടുക്കുമ്പോൾ എങ്ങനെ വരും? ഡിറ്റർമിനന്റ്
-π2 ഡിറ്റർമിനന്റ്. അപ്പൊ π2ന്റെ കോഎഫിഷ്യൻസ് എടുക്കില്ല, ബാക്കി കോഎഫിഷ്യൻസ് എടുക്കുക. അപ്പൊ 3 -1 5 4 എന്ന് വരും ഈക്വൽ ടു ദെൻ π3 എടുക്കുമ്പോൾ π3യുടെ കോഎഫിഷ്യൻസ് എടുക്കില്ല, ബാക്കി. അപ്പോൾ 3 ഡിറ്റർമിനന്റ് ഓഫ് 3 -2 5 -8 എന്ന് വരും. ഓക്കെ, ഇനി നമുക്കത് ഡിറ്റർമിനന്റ് എടുക്കാം. അപ്പോൾ π1 -8 -8 എന്ന് വരും ഈക്വൽ ടു π2 4 × 3 12 minus plus 5 എന്ന് വരും -π2 ഓക്കെ ഈക്വൽ ടു π3 -24 plus 10 എന്ന് വരും. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ വാല്യൂസ് കിട്ടും. π1 -16 ഈക്വൽ ടു π2 -17 ഈക്വൽ ടു π3 -14. എല്ലാ ടേമിനും നമുക്ക് മൈനസ് അങ്ങ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ആൻഡ് ഇക്വേറ്റിംഗ് ടു എ റേഷ്യോ k. അപ്പൊ ഇതെല്ലാം റേഷ്യോസ് ആണ്. π1 16 ഈക്വൽ ടു π2 17 ഈക്വൽ ടു π3 14 ഈക്വൽ ടു k. അപ്പൊ അതിൽ നിന്ന് നമുക്ക് π1 ഈക്വൽ ടു 16k, π2 ഈക്വൽ ടു 17k ആൻഡ് π3 ഈക്വൽ ടു 14k എന്ന് കിട്ടി. ഇനി അടുത്ത സെക്കൻഡ് പ്രോപ്പർട്ടി π1 പ്ലസ് π2 പ്ലസ് π3 ഈക്വൽ ടു 1 എന്ന് പറയുന്ന സെക്കൻഡ് പ്രോപ്പർട്ടി യൂസ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. 16k പ്ലസ് 17k പ്ലസ് 14k ഈക്വൽ ടു 1 എന്ന് വരും. അതിൽ നിന്ന് കെയുടെ വാല്യൂ 1/47 എന്ന് വരും. ഇനി ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് π1 ഈക്വൽ ടു എന്ത് വരും? 16k എന്നാണ്. 16/47 എന്ന് വരും. π2 എന്ന് പറയുമ്പോൾ 17k, 17/47 എന്ന് കിട്ടും. ആൻഡ് π3 എന്ന് പറയുമ്പോൾ 14k എന്നാണ്. അപ്പോൾ 14/47 എന്ന് കിട്ടും. സോ ദ ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ പൈ, വി ക്യാൻ റൈറ്റ് ദ ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ പൈ ഈക്വൽ ടു π1, π2, π3. ഓക്കെ, അപ്പോൾ 16/47, 17/47 and 14/47. 14/47 കിട്ടും. ഇങ്ങനെയാണ് ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബ്ലംസ് ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, 2 boys B1 and B2. ഇതൊരു ചാലഞ്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ TPM തന്നിട്ടില്ല. നമ്മൾ TPM ആദ്യം എഴുതണം, എന്നിട്ട് ബാക്കി ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. 2 boys B1 and B2 and 2 girls G1 and G2 are throwing a ball from one to the other. Each boy throws the ball to the other boy with a probability 1/2. അപ്പോൾ നമുക്ക് ഇവിടെ ബോയ്സ് B1, B2, G1, G2, boy 1, boy 2, girl 1, girl 2 എന്നിട്ടുണ്ട്. ഇനി each boy throws the ball to the other boy with a probability 1/2. അപ്പോൾ B1 B2വിലേക്ക് ബോൾ ത്രോ ചെയ്യുന്ന പ്രോബിലിറ്റി 1/2 ആണ്. B2 B1ലേക്കും ബോൾ ത്രോ ചെയ്യുന്ന പ്രോബിലിറ്റി 1/2 ആണ്. ഓക്കെ, ആൻഡ് ടു ഈച്ച് ഗേൾ വിത്ത് പ്രോബിലിറ്റി 1/4. അപ്പോൾ ബോയ് 1 ഗേൾ 1ലേക്ക് ആയാലും ഗേൾ 2വിലേക്ക് ആയാലും ത്രോ ചെയ്യുന്ന പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/4 ആണ്. അതുപോലെ തന്നെ B2 B1ഉം B2 ഗേൾ 1ലേക്കും ഗേൾ 2വിലേക്കും ബോൾ ത്രോ ചെയ്യുന്ന പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/4 ആണ്. On the other hand, each girl throws the ball to each boy with a probability 1/2. ഇനി ഓരോ ഗേളും, ഈ ഗേള് ബോയ് 1ലേക്കും ബോയ് 2വിലേക്കും ബോൾ ത്രോ ചെയ്യും. അതിന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/2 ഈച്ച് ആണ്. അതുപോലെ ഗേൾ 2ഉം അതുപോലെ തന്നെ ബോയ് 1ലേക്കും ബോയ് 2വിലേക്കും ബോൾ ത്രോ ചെയ്യും. അതിന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഇൻ ദ ലോങ് റൺ ഹൗ ഓഫൺ ഡസ് ഈച്ച് റിസീവ് ദ ബോൾ? ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ
ലാസ്റ്റ് ആഫ്റ്റർ n സ്റ്റെപ്സ് ഹൗ ഓഫൺ ഡസ് ഈച്ച് റിസീവ് ദ ബോൾ, ഓരോരുത്തർക്കും ബോൾ കിട്ടുന്നുള്ള പ്രോബബിലിറ്റി ആണ് ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് ലോങ് റൺ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വി ഹാവ് ടു ഫൈൻഡ് സ്റ്റഡി സ്റ്റേറ്റ്. അപ്പോൾ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇനീഷ്യൽ ഡിസ്ട്രിബ്യൂഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ലോങ് റൺ എന്നൊക്കെ പറഞ്ഞാൽ ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് പൈയുടെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് TPM പി എന്ന് പറയുന്ന TPM നമുക്ക് എഴുതാം. ഇപ്പോൾ TPM എഴുതുമ്പോൾ നമുക്ക് ആ 4 സ്റ്റേറ്റ്സും മാർക്ക് ചെയ്യണം. B1 B2 G1 G2 എന്ന് പറയുന്ന 4 സ്റ്റേറ്റ്സ് റോസും കോളംസും ആയിട്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, G1 G2. ഇനി ഓരോന്നും നോക്കാം. B1 B1ലേക്ക് ബോൾ ത്രോ ചെയ്യാനുള്ള പ്രോബിലിറ്റി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. B1 B2ലേക്ക് ബോൾ ത്രോ ചെയ്യുന്ന പ്രോബിലിറ്റി B1 B1ലേക്ക് എന്ന് പറഞ്ഞാൽ B1 B1ലേക്ക് തന്നെ അയാളുടെ നേരെ തന്നെ ബോൾ ത്രോ ചെയ്യുന്നില്ല. സോ പ്രോബിലിറ്റി 0 ആണ്. B1 B1 എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി 0 ആണ്. അതുപോലെ B2 B2 നേരെ അവനവന്റെ അടുത്തേക്ക് തന്നെ ബോൾ ത്രോ ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രോബിലിറ്റീസ് എല്ലാം 0 ആണ്. അതുപോലെ G1 G1 എന്ന് പറഞ്ഞാൽ 0 ആണ്. G2 G2 എന്ന് പറഞ്ഞാലും 0 ആണ്. അപ്പൊ ഡയഗണൽ എലമെന്റ്സിലെ എല്ലാ വാല്യൂസും 0 എന്ന് നമുക്ക് ആദ്യമേ എഴുതാം. ഇനി അടുത്തത് B1 B2. B1 B2ലേക്ക് ബോൾ ത്രോ ചെയ്യുന്ന പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 1/2 ആണ്. അടുത്ത B1 G1ലേക്ക്, അത് എവിടെ എഴുതിയിട്ടുണ്ട്, B1 G1ലേക്ക് ബോൾ ത്രോ ചെയ്യുന്ന പ്രോബിലിറ്റി 1/4 ആണ്. G2ലേക്കാണെങ്കിലും 1/4 ആണ്. ഓക്കെ, ഇനി അടുത്ത B2 B1ലേക്ക് ബോൾ ത്രോ ചെയ്യുന്ന പ്രോബിലിറ്റി 1/2. B2 G1 B2 1/4 പ്രോബിലിറ്റിയിലാണ് ഗേൾസിലേക്ക് ബോൾ ത്രോ ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും 1/4 എന്ന് കിട്ടും. ദെൻ ഗേൾ 1 ബോയ് 1ലേക്ക്, ഗേൾ 1 ബോയ്സ് 2ലേക്കും ബോൾ ത്രോ ചെയ്യുന്നത് 1/2 പ്രോബിലിറ്റി ആണ്. അപ്പൊ ഇത് 1/2 വരും. അതുപോലെ ഇതും 1/2 വരും. ഗേൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ബോൾ ത്രോ ചെയ്യുന്നില്ല, അപ്പൊ പ്രോബിലിറ്റി 0 എന്ന് വരും. ഇനി ഗേൾ 2 ബോയ് 1ലേക്കുള്ള ത്രോ ചെയ്യുന്ന പ്രോബിലിറ്റി 1/2, ബോയ് 2ലേക്കുള്ള പ്രോബിലിറ്റി 1/2, ഗേൾ 1ലേക്ക് ബോൾ ത്രോ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഇറ്റ്സ് എ 4/4 മെട്രിക്സ്. അപ്പൊ നമുക്ക് കിട്ടിയ P എന്ന് പറയുന്ന ഒരു 4/4 മെട്രിക്സ് ആണ്. Now we have to define the steady state distribution. We can take the steady state distribution pi equal to 4/4 matrix ആയതുകൊണ്ട് 4 elements ഉള്ള matrix എടുക്കണം. pi1, pi2, pi3, pi4 and satisfying the conditions pi p equal to pi and pi1 plus pi2 plus pi3 plus pi4 equal to 1. ഈ രണ്ട് പ്രോപ്പർട്ടീസും വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് യൂസ് ചെയ്യേണ്ട രണ്ട് പ്രോപ്പർട്ടീസ്. ഇപ്പൊ പൈ പി, അപ്പൊ pi1 pi2 pi3 pi4 ഇൻറ്റു പി എന്ന് പറയുന്ന മെട്രിക്സ് എഴുതാം. 0 1/2 1/4 1/4 and 1/2 0 1/4 1/4 1/2 and this is 1/2 0 0 1/2 1/2 0 0. ഓക്കെ, ഈക്വൽ ടു റൈറ്റ് സൈഡിൽ പൈ എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പോൾ pi1 pi2 pi3 pi4 എന്ന് പറയുന്ന റോ മെട്രിക്സും വരും. ഇനി മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളും മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ pi1 ഇൻറ്റു 0 പ്ലസ് pi2 ഇൻറ്റു 1/2. അപ്പോൾ pi2/2 പ്ലസ് pi3 ഇൻറ്റു 1/2 പ്ലസ് pi4 ഇൻറ്റു 1/2. ഓക്കെ, pi2/2 പ്ലസ് pi3/2 പ്ലസ് pi4/2 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ pi1 എന്ന് വരും ഫസ്റ്റ് എലമെന്റ്. ദെൻ അടുത്തത് ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ pi1/2 പ്ലസ്
pi2 into 0 plus pi3/2 plus pi4/2. അപ്പോൾ pi3/2 plus pi4/2 ഈക്വൽ ടു റൈറ്റ് സൈഡിൽ സെക്കൻഡ് എലമെൻറ്റുമായിട്ട് ഇക്വേറ്റ് ചെയ്യുക. pi2 എന്ന് വരും. ഓക്കെ, ദെൻ ഫസ്റ്റ് റോയും തേർഡ് കോളവും. അപ്പോൾ pi1/4 പ്ലസ് pi2/4, പിന്നെ ലാസ്റ്റ് രണ്ടെണ്ണം ഇല്ല. ഓക്കെ, അപ്പോൾ pi1/4 പ്ലസ് pi2/4 ഈക്വൽ ടു തേർഡ് എലമെന്റ് pi3. ദെൻ ലാസ്റ്റ് റോ ആൻഡ് കോളം. അപ്പോൾ സെയിം തന്നെ വരും. pi1/4 പ്ലസ് pi2/4 ഈക്വൽ ടു ലാസ്റ്റ് എലമെന്റ് pi4 എന്ന് വരും. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് എല്ലാം ഡിവൈഡഡ് ബൈ 2 ഉള്ളതുകൊണ്ട് നമുക്ക് അതിനെ LCM എടുത്ത് റൈറ്റിലേക്ക് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിനോമിനേറ്റർ കോമൺ ആയിട്ട് അങ്ങ് എടുക്കുമ്പോൾ pi2 പ്ലസ് pi3 പ്ലസ് pi4 ഈക്വൽ ടു 2pi1 എന്ന് വരും. ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്ന് pi1 പ്ലസ് pi3 പ്ലസ് pi4 ഈക്വൽ ടു 2pi2 എന്ന് വരും. ഓക്കെ, ഈ ഇക്വേഷനിൽ നിന്ന് pi1 പ്ലസ് pi2 ഈക്വൽ ടു 4pi3 എന്ന് വരും. ആൻഡ് ഫ്രം ദിസ് ഇക്വേഷൻ ഓൾസോ വി ഗെറ്റ് pi1 പ്ലസ് pi2 ഈക്വൽ ടു 4pi4 എന്ന് വരും. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് സെയിം ആണ് അല്ലെ. ലാസ്റ്റ് രണ്ട് ഇക്വേഷൻസ് സെയിം ആയതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യാം. ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ 4pi3 ഈക്വൽ ടു 4pi4 എന്ന് വരും. ആ 4 രണ്ടും ക്യാൻസൽ ആവും. സോ വി ഗെറ്റ് pi3 ഈക്വൽ ടു pi4 എന്ന് വരും. ഓക്കെ, ഈ വാല്യൂ നമുക്ക് ഈ രണ്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 4 വേരിയബിൾ എന്നുള്ളത് 3 വേരിയബിളിലേക്ക് ചെറുതാവും. അപ്പൊ നമുക്ക് ക്രാമേഴ്സ് റൂൾ വെച്ചിട്ട് അത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിന് ഇക്വേഷൻ 1 എന്നും ഇതിന് ഇക്വേഷൻ 2 എന്നും കൊടുക്കാം. ഫ്രം ഇക്വേഷൻ 1 വി ക്യാൻ റൈറ്റ് pi2 പ്ലസ് pi3 പ്ലസ് ഈ pi4 പകരം നമുക്ക് pi3 എന്ന് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ pi3 ഈക്വൽ ടു 2pi1 എന്ന് വരും. ഓക്കെ, ഇനി ദാറ്റ് ഈസ് 2pi1 എല്ലാ ടേംസും ഞാൻ റൈറ്റിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോൾ 2pi1 മൈനസ് pi2 മൈനസ് 2pi3 ഈക്വൽ ടു 0 എന്ന് വരും. ഓക്കെ, അതിന് ഇക്വേഷൻ എ എന്ന് കൊടുത്തു. ദെൻ ഫ്രം സെക്കൻഡ് ഇക്വേഷൻ വി ക്യാൻ റൈറ്റ് pi1 പ്ലസ് pi3 പ്ലസ് pi3 ഈക്വൽ ടു 2pi2 എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് pi1 മൈനസ് 2pi2 പ്ലസ് 2pi3 ഈക്വൽ ടു 0 ആൻഡ് ദാറ്റ് ഈസ് ഇക്വേഷൻ ബി. ഇനി നമുക്ക് ആ ഇക്വേഷൻ എയും ബിയും കൂടി സോൾവ് ചെയ്ത് ക്രാമേഴ്സ് റൂള് യൂസ് ചെയ്തിട്ട് നമുക്ക് അത് സോൾവ് ചെയ്ത് pi1 pi2 pi3യുടെ എല്ലാം വാല്യൂസ് കണ്ടുപിടിക്കാം. ഞാനിവിടെ ആ രണ്ട് ഇക്വേഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ക്രാമേഴ്സ് റൂൾ യൂസ് ചെയ്യുമ്പോൾ pi1 ആദ്യം കാണിച്ചു തന്നിരുന്നു ഞാൻ ഡിറ്റർമിനന്റ് എടുക്കുന്ന സെയിം മെത്തേഡിൽ pi1ന്റെ കോഎഫിഷ്യന്റ് ഒഴിച്ച് ബാക്കി ഉള്ള കോഎഫിഷ്യൻസ് ഡിറ്റർമിനന്റ് എടുക്കുന്ന മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, അപ്പം -2 -4 എന്ന് വരും ഈക്വൽ ടു -pi2/4 -2. അപ്പോൾ 4 + 2 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു pi3/2 ഇൻറ്റു -2 ദാറ്റ് ഈസ് -4 + 1 എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് pi1/-6 ഈക്വൽ ടു pi2/-6 ഈക്വൽ ടു pi3/-3 എന്ന് വരും. ഓക്കെ, ഇനി എല്ലാ ടേമിൽ നിന്നും മൈനസ് ക്യാൻസൽ ചെയ്യാം. ആൻഡ് ഇക്വേറ്റിംഗ് ടു എ റേഷ്യോ k, we can write pi1 equal to 6k, pi2 equal to 6k and pi3 equal to
3k. അപ്പം നെഗറ്റീവ്സ് എല്ലാം ക്യാൻസൽ ചെയ്തു. ഇന്ന് π1 ഈക്വൽ ടു π2 ഈക്വൽ ടു π3 ഈക്വൽ ടു ഇങ്ങനെ കിട്ടും നമുക്ക്. ആൻഡ് ഇവിടെ ഒരു വേരിയബിളും കൂടി ഉണ്ട് π4. ഓക്കെ, π3 ആൻഡ് π4 ഈക്വൽ ആണ്. അപ്പൊ നമുക്ക് π4ഉം കൂടി ഇവിടെ ഈക്വൽ ടു 3k എന്ന് എഴുതണം. ദെൻ യൂസിങ് ദ പ്രോപ്പർട്ടി π1 പ്ലസ് π2 പ്ലസ് π3 പ്ലസ് π4 ഈക്വൽ ടു 1 എന്ന് പറയുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യാം. അപ്പൊ യൂസ് ചെയ്യുമ്പോൾ 6k പ്ലസ് 6k പ്ലസ് 3k പ്ലസ് 3k ഈക്വൽ ടു 1. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 18k എന്ന് കിട്ടും ഈക്വൽ ടു 1. ദാറ്റ് ഈസ് k ഈക്വൽ ടു 1/18. ഇനി ഓരോ വാല്യൂസ് എഴുതാം. π1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6/18. 6/18 ദാറ്റ് ഈസ് 1/3 എന്ന് വരും. ആൻഡ് π2 6/18. π2 6k തന്നെയാണ്. അപ്പൊ 6/18 ദാറ്റ് ഈസ് 1/3. ആൻഡ് π3 എന്ന് പറഞ്ഞാൽ 3k. അപ്പൊ 3/18 ദാറ്റ് ഈസ് 1/6. ആൻഡ് π4 3/18 ദാറ്റ് ഈസ് 1/6. ഇതാണ് π1, π2, π3, π4 എന്ന് പറയുന്ന വാല്യൂ. സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷൻ π ഈക്വൽ ടു ഈ വാല്യൂസ് എഴുതാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സ്റ്റഡി സ്റ്റേറ്റ് ഡിസ്ട്രിബ്യൂഷന്റെ പ്രോബ്ലംസ് ചെയ്യാം. ദെൻ ഇനി നെക്സ്റ്റ് തിയറി ആയിട്ടും ചോദിക്കാം. അതിൽ നിന്ന് പ്രോബ്ലംസും ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് സ്റ്റേറ്റ്സ്. ഫസ്റ്റ് ഡെഫിനിഷൻ, ആക്സസിബിൾ states. A state J is said to be accessible from state I if it is possible to go from I to J in a finite number of steps. അപ്പോൾ I എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിൽ നിന്ന് J എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റെപ്പിലോ 2 സ്റ്റെപ്പിലോ ഒക്കെ നമുക്ക് എത്താൻ പറ്റുവാണെങ്കിൽ J is said to be accessible from state I എന്ന് പറയാം. Communicating class. Two states I and J are said to be communicate with each other if I is accessible from J and J is accessible from I. അപ്പോൾ ഐയിൽ നിന്ന് ജെയിലേക്കും ജെയിൽ നിന്ന് ഐയിലേക്കും ഒരു പാത്ത് ഉണ്ടെങ്കിൽ that states are called communicating classes. ഇറഡ്യൂസിബിൾ മാർക്കോവ് ചെയിൻ. അടുത്ത ഡെഫിനിഷൻ ആണ് ഇറഡ്യൂസിബിൾ മാർക്കോവ് ചെയിൻ. എ മാർക്കോവ് ചെയിൻ ഈസ് സെഡ് ടു ബി ഇറഡ്യൂസിബിൾ ഇഫ് ഓൾ ഇറ്റ്സ് സ്റ്റേറ്റ്സ് കമ്മ്യൂണിക്കേറ്റ് വിത്ത് ഈച്ച് അതർ, മീനിങ് ദാറ്റ് ഇറ്റ് ഈസ് പോസിബിൾ ടു റീച്ച് എനി സ്റ്റേറ്റ് ഫ്രം എനി അതർ സ്റ്റേറ്റ്. എന്ന് പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിൽ കൂടെയും നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഒരു 2 എന്ന് പറയുന്ന സ്റ്റേറ്റ് എടുത്താൽ ആ സ്റ്റേറ്റിൽ നിന്ന് എല്ലാ സ്റ്റേറ്റിൽ കൂടെയും പാസ് ചെയ്യാൻ പറ്റും. ഇവിടെ 2 എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം. ദെൻ ഈ ഫസ്റ്റ് ഫിഗറിൽ കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ 1 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് എടുത്തു. 1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് നമുക്ക് തിരിച്ച് 1ലേക്ക് എത്തുന്ന പാത്ത് ഏതൊക്കെയാന്ന് നോക്കാം. അപ്പോൾ 1ൽ നിന്ന് നമുക്ക് 2വിലേക്ക് പോകും. അങ്ങനെ ഒരു പാത്ത് മാർക്ക് ചെയ്തിട്ടുണ്ട്. 2വിന്ന് തിരിച്ച് 1ലേക്ക്. പിന്നെ വേറെ ഏതെങ്കിലും പാത്ത് ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ 1ൽ നിന്ന് നമ്മൾ പോയി 6ലെത്തി, പക്ഷെ 6ന്ന് 4ലെത്തി, പിന്നെ 4ന്ന് നമുക്ക് തിരിച്ച് 1ലേക്ക് എത്താനുള്ള പാത്തൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ആകെ ഈ ഒരു പാത്ത് മാത്രമേ ഉള്ളൂ 1ൽ നിന്ന് പോയിട്ട് തിരിച്ചെത്താം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ് 1, 1, 2 എന്ന് പറയാം. ഓക്കെ, ഇനി 2 എന്ന് പറയുന്നത് ഓൾറെഡി ഇതിൽ വന്നു. ഇപ്പൊ ഇനി വേറെ ഒന്നിലേക്ക് നോക്കണ്ട. അടുത്തത് 3 എന്ന് പറയുന്ന സ്റ്റേറ്റ് എടുക്കുക. ഈ 3 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ ഇതുപോലെ 3ൽ നിന്ന് പുറത്തേക്ക് പോയി തിരിച്ച് 3ൽ എത്താനുള്ള ഏതെങ്കിലും പാത്ത് ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ അങ്ങനെ ഒരു പാത്ത് ഇല്ല. 3ൽ നിന്ന് പോയിട്ട് തിരിച്ച് 3ൽ എത്താനുള്ള പാത്തില്ല. അപ്പൊ 3 എന്ന് പറയുന്നത് സിംഗിൾ ആയിട്ട് കിടക്കുന്ന ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ് ആണ്. ദെൻ അടുത്തത് 4 എന്ന് പറയുന്ന സ്റ്റേറ്റ് എടുക്കുക. 4 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് ഇതുപോലെ പാസ് ചെയ്ത് തിരിച്ച് 4ൽ എത്താനുള്ള പാത്ത്. 4ൽ നിന്ന് 5ലേക്ക് പാസ് ചെയ്തു, 5ന്ന് 6ലേക്ക് പാസ് ചെയ്തു, 6ന്ന് തിരിച്ച് 4ലേക്ക്, അങ്ങനെ ഒരു പാത്ത് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് അടുത്ത കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ് ആണ് 4, 5, 6. പിന്നെ 5ന്റെ നോക്കണ്ട, ഓൾറെഡി ഇതിൽ ഇൻക്ലൂഡഡ് ആണ് 5ഉം 6ഉം. അപ്പൊ ഈ 3 ഈ ഫസ്റ്റ് എക്സാമ്പിളിലെ കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ്സസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ അടുത്ത സെക്കൻഡ് എക്സാമ്പിളിൽ ഈ പറഞ്ഞ സ്റ്റേറ്റ് 1 ചൂസ് ചെയ്യുക. 1ൽ നിന്ന്
2ലേക്ക് പാസ് ചെയ്തു, 2ൽ നിന്ന് 3ലേക്ക് പാസ് ചെയ്യാം, 3ൽ നിന്ന് 4ലേക്ക്, 4 to 5, 5 to 6, 6 to 1. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമുക്ക് എല്ലാ നോഡിൽ കൂടെയും പാസ് ചെയ്ത് തിരിച്ചു 1ൽ എത്താനുള്ള ഒരു പാത്ത് ഉണ്ട്. സോ ദ കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ് ഈസ് ഹിയർ 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾ ദ നോഡ്സ്. അപ്പോൾ that means there is only one communicating class. അപ്പൊ ഈ മെട്രിക്സ് എന്ന് പറയുക, ഈ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഇറഡ്യൂസിബിൾ ആണ്. ഓക്കെ, ഇറഡ്യൂസിബിൾ മാർക്കോവ് ചെയിൻ ആണ് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്. ഇത് ഇറഡ്യൂസിബിൾ അല്ല, ഇതിൽ 3 കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഇൻ ഇറഡ്യൂസിബിൾ മാർക്കോവ് ചെയിൻ there is only one communicating class. Okay, next definition, recurrent state. A state I is called recurrent if the process starting from I will return to I with the probability 1. That means നമ്മളിപ്പോൾ ഐയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ തിരിച്ച് ഐയിലേക്ക് എത്താനുള്ളൊരു പാത്ത് ഷുവർ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി 1 ആണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് സ്റ്റേറ്റ് ഈസ് കോൾഡ് recurrent. And transient state, a state I is called transient if the probability of ever returning to it is less than 1. എന്ന് പറഞ്ഞാൽ തിരിച്ചെത്തുക, ഐയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഐയിലേക്ക് എത്താനുള്ള പ്രോബിലിറ്റി ലെസ് ദാൻ 1 ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് ട്രാൻസിയന്റ് സ്റ്റേറ്റ്. ദെൻ ഇൻ എ ക്ലോസ്ഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ്. ക്ലോസ്ഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ്സിൽ എ കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്സ് where every state can reach every other state in that too. Now such a class is called closed if no state outside the class can be reached from it. എന്ന് പറഞ്ഞാൽ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ് നമ്മൾ എഴുതിയാൽ ആ കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ്സിൽ നിന്ന് പുറത്ത് വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുന്ന ഒരു പാത്ത് ഉണ്ടാവാൻ പാടില്ല. ഇപ്പം ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1ൽ നിന്ന് 2ലേക്കും 2ൽ നിന്ന് 1ലേക്കും വരാം. അതുപോലെ വേറൊരെണ്ണം 1ൽ നിന്ന് 3ലേക്ക്, 3 to 2 and 2 to 1. അപ്പൊ ഇവിടുത്തെ ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ് ആണ് 1, 2, 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ 1, 3, 2, 1 എന്ന് പറയുന്ന ഒരു പാത്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ 1, 2, 3 എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ് ആണ്. ഈ കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ്സിൽ 3ൽ നിന്ന് ഔട്ട്സൈഡ് വേറൊരു നോഡിലേക്ക് ഒരു പാത്ത് പോയിട്ടുണ്ട് അല്ലെ, 3ൽ നിന്ന് ഔട്ട്സൈഡ് പോയിട്ടുണ്ട്. ആ 5 എന്ന് പറയുന്നത് ഈ കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് അല്ല. 1, 2, 3 എന്ന് പറയുന്ന കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് അല്ല, ഔട്ട്സൈഡ് ഒരു നോഡാണ്. അങ്ങനെ വന്നാൽ ഇത് ക്ലോസ്ഡ് അല്ല എന്ന് പറയും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു പാത്ത് പോയിട്ടില്ലെങ്കിൽ ദാറ്റ് ഈസ് ക്ലോസ്ഡ് എന്ന് പറയും. ഇനി ഒരു തിയറമാണ്. ഇൻ എ മാർക്കോവ് ചെയിൻ എവരി നോൺ ക്ലോസ്ഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ് ഈസ് ട്രാൻസിയന്റ്. എവരി ഫൈനൈറ്റ് closed communicating class is recurrent. ഈ രണ്ടെണ്ണം വെച്ചിട്ടാണ് പ്രോബ്ലത്തിൽ നമ്മൾ ട്രാൻസിയന്റ് ആണോ റെക്കറന്റ് ആണോ എന്ന് പറയാം. എവറി ഫൈനൈറ്റ് ക്ലോസ്ഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ് ഈസ് recurrent and every non closed communicating class is transient. Then next one, positive recurrent and null recurrent. Let I be a recurrent state of Markov chain with expected return time 2i. The state I is called positive recurrent if tau I less than infinity. Expected return time ആണ് tau I. Then our tau I is less than infinity. Expected return time is finite. Expected return time finite ആണെങ്കിൽ that state is called a positive recurrent. And if the expected return time is infinite, it is called a null recurrent. Next one, periodic state. Xn be a Markov chain with state space S. The period of state I denoted by d of I. Period of state I denoted by d of I is defined as d of I equal to GCD of n, where Pin greater than 0. That means GCD, greatest common divisor of all positive integers n, for which the chain can return to state I in n steps. ഇപ്പോൾ ഐയിൽ നിന്ന് നമ്മളൊരു പാത്ത് പോയിട്ടുണ്ടെങ്കിൽ എത്ര പാത്ത്, ഇപ്പോൾ ചിലപ്പോൾ ഒരു
പാത്തിൽ കൂടെ തിരിച്ച് അല്ലെങ്കിൽ രണ്ട് പാത്തിൽ കൂടെ തിരിച്ച് ഐയിൽ എത്താൻ പറ്റും. ചിലപ്പോൾ 3 പാത്തിൽ കൂടി ആയിരിക്കും തിരിച്ചെത്തുക. അങ്ങനെയുള്ള എത്ര പാത്സ് ഉണ്ടെന്ന് നോക്കുക. അതിന്റെ എല്ലാം GCD നോക്കുക. ആ GCDനെയാണ് പീരീഡ് ഓഫ് ഐ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. If d of I period equal to 1, the state is called aperiodic. ആ പീരീഡ് ഈക്വൽ ടു 1 ആണെങ്കിൽ ആ സ്റ്റേറ്റ് aperiodic ആയിരിക്കും. ഇഫ് ദർ ഈസ് എ സെൽഫ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ 1ൽ നിന്ന് 1ലേക്ക് തന്നെ ഉണ്ടെങ്കിൽ ദാറ്റ് ഈസ് aperiodic ആയിരിക്കും. തന്നെ സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. ഓക്കെ, ഐയിൽ നിന്ന് ഐയിലേക്ക് തന്നെയാണ് ഒരു പാത്ത് വരുന്നെങ്കിൽ അതിന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും. അപ്പോൾ അത് aperiodic ആയിരിക്കും. Then ergodic state. A state is ergodic if it is irreducible, aperiodic and positive recurrent. ഈ 3 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന സ്റ്റേറ്റ് ആയിരിക്കും എർഗോഡിക് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇറെഡ്യൂസിബിൾ ആയിരിക്കണം. ഇറെഡ്യൂസിബിൾ മീൻസ് ദർ ഇസ് ഓൺലി 1 കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ്. അപ്പീരിയോഡിക് ആയിരിക്കണം. അപ്പീരിയോഡിക് മീൻസ് പീരീഡ് ഈക്വൽ ടു 1 ആയിരിക്കണം. ആൻഡ് പോസിറ്റീവ് റെക്കറന്റ്. പോസിറ്റീവ് റെക്കറന്റ് മീൻസ് എക്സ്പെക്ടഡ് റിട്ടേൺ ടൈം ഈസ് ഫൈനൈറ്റ് ആയിരിക്കണം. ഇത് 3 സാറ്റിസ്ഫൈ ചെയ്താൽ ദാറ്റ് സ്റ്റേറ്റ് ഈസ് കോൾഡ് എർഗോഡിക്. ദെൻ നെക്സ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. കൺസിഡർ എ മാർക്കോവ് ചെയിൻ വിത്ത് ദ സ്റ്റേറ്റ് സ്പേസ് S equal to 1 2 3 4 5 ആൻഡ് ദ ഫോളോയിങ് ട്രാൻസിഷൻ മെട്രിക്സ് P. P എന്ന് പറയുന്ന ട്രാൻസിഷൻ മെട്രിക്സ് തന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്കിവിടെ സ്റ്റേറ്റ്സ് എല്ലാം മാർക്ക് ചെയ്യുമ്പോൾ 1 2 3 4 5 എന്ന് വരും. ഇവിടെ 1 2 3 4 5 ഇങ്ങനെയാണ് സ്റ്റേറ്റ്സ് മാർക്ക് ചെയ്യുക. ഇനി അതിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ സ്റ്റേറ്റ്സ് എല്ലാം ഒന്ന് ഡിഫൈൻ ചെയ്യാനുണ്ട്. കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ് എഴുതണം, ക്ലോസ്ഡ് ആണോ എന്ന് എഴുതണം, റെക്കറന്റ് സ്റ്റേറ്റ്, ട്രാൻസിയന്റ് സ്റ്റേറ്റ്, പീരീഡ്, ഇതെല്ലാം നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാനുണ്ട്. അപ്പൊ ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു ട്രാൻസിഷൻ ഡയഗ്രാം, ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ട്രാൻസിഷൻ ഡയഗ്രാം ഒന്ന് വരച്ചു നോക്കണം. ഓക്കെ, അപ്പൊ ഈ സ്റ്റേറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാം. 1 2 3 ഈ നോട്ട്സ് എല്ലാം തന്നിരിക്കുന്ന സ്റ്റേറ്റ്സ് 5 എണ്ണം ഉണ്ട്. അതെല്ലാം നോട്ട്സ് ആയിട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് 1ൽ നിന്ന് 1ലേക്ക് 1 പ്രോബബിലിറ്റി 0.5 ആണ്. അപ്പോൾ 1ൽ നിന്ന് 1ലേക്ക് ഒരു സെൽഫ് ലൂപ്പ് ഉണ്ടെന്നാണ് അതിന്റെ മീനിങ്. അത് 0.5 ആണ് പ്രോബബിലിറ്റി. ഇനി 1ൽ നിന്ന് 2ലേക്ക് 0.5. ദാറ്റ് മീൻസ് ദർ ഇസ് എ പാത്ത് ഫ്രം 1 to 2 വിത്ത് പ്രോബബിലിറ്റി 0.5. Then 1 3 0, which means there is no path from 1 to 3, and 1 4 0, no path from 1 to 4, and no path from 1 to 5. Then next one 2 1. 2 1 means there is a path from 2 to 1 with the probability 0.5. Then 2 to 0.3. That means there is a self loop. And the probability 0.3 എന്നാണ്. Then 2 3 0.5. അപ്പോൾ 2ൽ നിന്ന് 3ലേക്ക് ഒരു പാത്ത് പോയിട്ടുണ്ട്. അതിന്റെ പ്രോബിലിറ്റി 0.5 ആണ്. ഓക്കെ, 0.5. ദെൻ പിന്നെ ബാക്കിയെല്ലാം 0 ആണ്. ദെൻ നെക്സ്റ്റ് 1 3 1 0. അപ്പോൾ അവിടെ ഒന്നും പ്രോബിലിറ്റീസ് ഇല്ല. 3 3 1 അവിടെ മാത്രമേ ഒരു വാല്യൂ ഉള്ളൂ. ഇപ്പൊ സെൽഫ് ലൂപ്പാണ്. 3 3 എന്ന് പറയുമ്പോൾ 3ൽ നിന്ന് 3ലേക്ക് അതിന്റെ പ്രോബിലിറ്റി 1 ആണ്. അടുത്തത് 4 1 0 ആണ്. ലാസ്റ്റ് 4 5ൽ മാത്രമേ ഒരു വാല്യൂ ഉള്ളൂ. അപ്പൊ 4ൽ നിന്ന് 5ലേക്ക് വിത്ത് പ്രോബിലിറ്റി 1. ആൻഡ് ഇവിടെ 5ൽ നിന്ന് 4ലേക്ക്. ഓക്കെ, 5ൽ നിന്ന് 4ലേക്ക് വിത്ത് പ്രോബിലിറ്റി 1. അപ്പൊ ഇങ്ങനെ ഒരു ട്രാൻസിഷൻ ഡയഗ്രാം വരച്ചാലേ നമുക്ക് ഈ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ട്രാൻസിഷൻ ഡയഗ്രാം വരച്ചു. ഇനി ഫസ്റ്റ് 1 കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ്സസ് എഴുതാം. അപ്പോൾ കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ്സസ്, അപ്പോൾ ഓരോ നോട്ട്സ് കൺസിഡർ ചെയ്യുക. 1ൽ നിന്ന് പാസ് ചെയ്ത് 1ൽ തിരിച്ചെത്തുന്ന എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. ഇവിടെ 1ൽ നിന്ന് നമ്മൾ പാസ് ചെയ്ത് 2വിലെത്തി, 2വിൽ നിന്ന് 1ലേക്ക് ആ ഒരു പാത്ത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 1 2 എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ് ആണ്. ദെൻ 3ൽ നിന്ന് വേറെ പാത്ത്സ് ഒന്നും പോയിട്ടില്ല. ഇപ്പൊ 3 എന്ന് പറയുന്ന ഒരു സിംഗിൾ ആയിട്ടുള്ള കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ് ആണ്. ദെൻ 4 5 അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, അപ്പോൾ 4 5. അപ്പോൾ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഇവിടെ 3 എണ്ണം ഉണ്ട്. ദെൻ സെക്കൻഡ് 1 ഡിറ്റർമിൻ വെദർ ഈച്ച് ക്ലാസ് ഈസ് ക്ലോസ്ഡ് ഓർ നോട്ട്. ഈ ക്ലാസ്സുകളെല്ലാം ക്ലോസ്ഡ് ആണോ അല്ലയോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ 1 2 എന്ന് പറയുന്നത് 1ൽ നിന്ന്
2 പക്ഷേ 2 നിന്ന് 3 ഒരു പാത്ത് പോയിട്ടുണ്ട്. 3 ഈ 1 2 എന്ന് പറയുന്ന ക്ലാസ്സിൽ ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ദിസ് ഈസ് നോട്ട് ക്ലോസ്ഡ്. 1 2 എന്ന് പറയുന്നത് നോട്ട് ക്ലോസ്ഡ് ആണ്. ദെൻ 3 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്. 3 നിന്ന് 3 മാത്രമേ ഒരു പാത്ത് ഉള്ളൂ, അത് ക്ലോസ്ഡ് ആണ്. 4 നിന്ന് 5 5 നിന്ന് 4 മാത്രമേ പാത്തുള്ളൂ. അപ്പോൾ ഈ രണ്ടെണ്ണം ക്ലോസ്ഡ് പാത്ത്സ് ആണ്. അപ്പോൾ 1 2 നോട്ട് ക്ലോസ്ഡ് ആണ്, 3 and 4 5 ക്ലോസ്ഡ് പാത്ത്സ് ആണ്. ക്ലാസിഫൈ ഈച്ച് സ്റ്റേറ്റ് ആസ് റെക്കറന്റ് ഓർ ട്രാൻസിയന്റ്. നമ്മൾ ആദ്യം ഒരു തിയറി പറഞ്ഞായിരുന്നു. എവറി ഫൈനൈറ്റ് ക്ലോസ്ഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ് ഈസ് റെക്കറന്റ്. ഫൈനൈറ്റ് ആണ്, ക്ലോസ്ഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് റെക്കറന്റ്. നോൺ ക്ലോസ്ഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ് ഈസ് ട്രാൻസിയന്റ് എന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, ഇപ്പൊ ഫൈനൈറ്റ് ക്ലോസ്ഡ് ആയിട്ടുള്ള ക്ലാസ് റെക്കറന്റ് ആണ്. ഇപ്പൊ ഇവിടെ ഫൈനൈറ്റ് ആണ്, ക്ലോസ്ഡ് ആണ്. അപ്പോൾ റെക്കറന്റ് ക്ലാസ്സസ് ആണ് ഏതൊക്കെ? 3 4 5 എന്ന് പറയുന്ന കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ്സസ് റെക്കറന്റ് ക്ലാസ്സസ് ആണ്. ദെൻ 1 2 എന്ന് പറയുന്ന ക്ലാസ് ട്രാൻസിയന്റ് ആണ്. ഓക്കെ, അത് നോട്ട് ക്ലോസ്ഡ് ആണ്. അപ്പൊ ട്രാൻസിയന്റ് ക്ലാസ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ഡിറ്റർമിൻ ദ പീരീഡ് ഓഫ് ഈച്ച് സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിന്റെയും പീരീഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. നമ്മൾ പറഞ്ഞു പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ GCD ഓഫ് PIIN എന്നാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഓരോന്നിൻ്റെ ആയിട്ട് ചൂസ് ചെയ്യാം. ഫസ്റ്റ് വൺ പീരീഡ് ഓഫ് 1. പീരീഡ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ GCD ഓഫ് ഈ 1 നിന്ന് പോകുന്ന പാത്ത് എത്ര ഉണ്ടെന്ന് നോക്കുക. ആദ്യം ഒരു സെൽഫ് ലൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ 1 ആണ് അതിന്റെ ഒരു പാത്ത്. ദെൻ പിന്നെ 1 നിന്ന് 2 പോയി, 2 നിന്ന് 1 അപ്പൊ അവിടെ 2 പാത്ത് ഉണ്ട്. ഓക്കെ, അപ്പൊ GCD ഓഫ് 1 2, വേറെ പാത്തൊന്നും 1 പോയിട്ടില്ല. ഓക്കെ, അപ്പൊ GCD ഓഫ് 1 2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ആയിരിക്കും ആൻസർ. ഇനി പീരീഡ് ഓഫ് 2. പീരീഡ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2 നിന്ന് ഒരു പാത്ത് സെൽഫ് ലൂപ്പ് ഉണ്ട്, പിന്നെ പുറത്തേക്കൊന്നും പോയിട്ടില്ല. അപ്പൊ ഇവിടെ ആകെ 1 മാത്രമേ ഉള്ളൂ. GCD ഓഫ് 1 എന്ന് തന്നെ വരും. ദെൻ പീരീഡ് ഓഫ് 3. പീരീഡ് ഓഫ് 3, ഇവിടെയും 3 ഒരു സെൽഫ് ലൂപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതും 1 എന്ന് കിട്ടും. ദെൻ പീരീഡ് ഓഫ് 4. പീരീഡ് ഓഫ് 4 നിന്ന് 5 ഒരു പാത്ത് പോയി, 5 നിന്ന് 4. ഓക്കെ, അപ്പോൾ GCD ഓഫ് 2 എന്ന് മാത്രമേ ഉള്ളൂ, ദാറ്റ് ഈസ് 2 എന്ന് വരും. അത് തന്നെയായിരിക്കും 5ന്റെയും പീരീഡ്. അപ്പൊ 5 = 2 എന്ന് വരും. അപ്പൊ ഇതാണ് D എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ. ദെൻ ചെക്ക് വെദർ ദ മാർക്കോവ് ചെയിൻ ഈസ് ഇറഡ്യൂസിബിൾ ആൻഡ് aperiodic. Irreducible എന്ന് പറഞ്ഞാൽ there is only one communicating class, but here there is 3 communicating classes, so it is not irreducible. അപ്പൊ അതിന്റെ ആൻസർ എഴുതാം, നോട്ട് ഇറഡ്യൂസിബിൾ ആണ്. ഒരു കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ദാറ്റ് ഈസ് ഇറഡ്യൂസിബിൾ. ദെൻ അപ്പീരിയോഡിക് എന്ന് പറഞ്ഞാൽ ഡിഗ്രി = 1 ആണെങ്കിൽ അപ്പീരിയോഡിക് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ D of 1, D of 2, D of 3 ഈ പറഞ്ഞ 3ഉം അപ്പീരിയോഡിക് സ്റ്റേറ്റ്സ് ആണ്, അപ്പീരിയോഡിക് ആണ്. ബട്ട് ലാസ്റ്റ് 2 പീരിയോഡിക് ആണ്. ഓക്കെ, അതിന്റെ GCD എന്ന് പറഞ്ഞാൽ 2 ആണല്ലോ. പക്ഷെ ഓവറോൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എല്ലാ സ്റ്റേറ്റ്സും അപ്പീരിയോഡിക് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ മാർക്കോവ് ചെയിൻ അപ്പീരിയോഡിക് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഇറ്റ് ഈസ് നോട്ട് അപ്പീരിയോഡിക്, നോട്ട് പീരിയോഡിക്. ഓക്കെ, അപ്പൊ അപ്പീരിയോഡിക് ആണെന്നാണ് ചോദിച്ചത്, നോട്ട് അപ്പീരിയോഡിക് എന്നാണ് ആൻസർ വരെ. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഈ പ്രോബ്ലംസ് എല്ലാം ചെയ്യുക. ട്രാൻസിഷൻ ഡയഗ്രാം വരച്ചിട്ടുണ്ടെങ്കിൽ പ്രോബ്ലംസ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. Then next one, stationary and limiting distributions. Let Xn be a Markov chain with the state space S and transition probability matrix P. Let pi = pi1, pi2, etc. be a probability vector so that pi I greater than 0 and sigma pi I = 1. We call pi a stationary distribution if pi = pi p. അത് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, സ്റ്റേഷനറി ഡിസ്ട്രിബ്യൂഷൻ pi = pi × p. We call pi the limiting distribution of the chain if for any initial distribution limit n tends to infinity p of xn = I = pi I for all I element of S. അപ്പോൾ സ്റ്റേഷനറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ pi = pi p ആയിരിക്കും. ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് n tends to infinity p of xn = I എന്ന് പറയുന്ന പ്രോബിലിറ്റി pi I ആയിരിക്കണം.
Then fundamental theorem of Markov chain. Let xn be an irreducible and aperiodic. ഇവിടെ കണ്ടീഷൻസ് ഉണ്ട്. ഇറഡ്യൂസിബിൾ ആയിരിക്കണം, aperiodic ആയിരിക്കണം. Then xn is positive recurrent, has a limiting distribution. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. Limiting distribution which coincides with the stationary distribution and satisfies. അപ്പോൾ ഈ ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷനും ഈ മൂന്ന് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷനും സ്റ്റേഷനറി ഡിസ്ട്രിബ്യൂഷനും കോയിൻസൈഡ് ചെയ്യും, ഈക്വൽ ആവുന്നു. ദാറ്റ് ഈസ് പൈ ഈക്വൽ ടു പൈ പി ആൻഡ് പൈ ഐ ഈക്വൽ ടു 1/τi for each I element of S, where τi is the expected return time to state I. ഓക്കെ, τi എന്ന് പറയുന്നത് എക്സ്പെക്ടഡ് റിട്ടേൺ ടൈം ആണ്. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് എക്സ്പെക്ടഡ് റിട്ടേൺ ടൈം കാണാൻ, എക്സ്പെക്ടഡ് റിട്ടേൺ ടൈം ടു സ്റ്റേറ്റ് 1 കാണാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് പൈ 1ന്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് 1/π1 ചെയ്താലും മതി. ഓക്കെ, 1/π1 ചെയ്യുമ്പോൾ എക്സ്പെക്ടഡ് റിട്ടേൺ ടൈം ടു സ്റ്റേറ്റ് 1 എന്ന് പറയുന്നത് കിട്ടും. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഓൾറെഡി ആദ്യം സ്റ്റേഷനറി ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത സെയിം പ്രോപ്പർട്ടീസ് യൂസ് ചെയ്ത് π1, π2, π3യുടെ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാം. അതിൽ നിന്ന് നമുക്ക് τiയുടെ വാല്യൂസും എഴുതാം. ഒരു പ്രോബ്ലം നോക്കാം. Check whether the Markov chain with the following transition probability matrix is ergodic. If yes, find the limiting distribution and the expected return time for each state. അപ്പോൾ ആദ്യം ഈ ട്രാൻസിഷൻ പ്രോബിലിറ്റി മെട്രിക്സ് എർഗോഡിക് ആണെന്ന് പ്രൂവ് ചെയ്യണം. എർഗോഡിക് ആവാനുള്ള കണ്ടീഷൻ ഇറഡ്യൂസിബിൾ ആയിരിക്കണം, അപ്പീരിയോഡിക് ആയിരിക്കണം, പോസിറ്റീവ് റെക്കറന്റ് ആയിരിക്കണം. Then if yes, ergodic ആണെങ്കിൽ find the limiting distribution and the expected return time for each state. Okay, അപ്പൊ നമുക്ക് ഇവിടെ സ്റ്റേറ്റ്സ് ഒന്ന് മാർക്ക് ചെയ്യാം. 1, 2, 3, 4. ഇവിടെ 1, 2, 3, 4 സ്റ്റേറ്റ്സ് മാർക്ക് ചെയ്തു. നമുക്ക് ട്രാൻസിഷൻ ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കാം. 1, 2, 3, 4. ഇവിടെ പ്രോബിലിറ്റീസ് വരുമ്പോൾ 1, 2, 4/5. There is a path from 1 to 2 and 1, 3. 1 നിന്ന് 3യിലേക്ക് ഒരു പാത്ത് പോയിട്ടുണ്ട്. Then 1, 4, 0 ആണ്. 2, 1. There is a path from 2 to 1 and 2 to 2. That means there is a self loop. And 2, 3. 2ന്ന് 3യിലേക്ക് ഒരു പാത്ത് പോയിട്ടുണ്ട്. Then next one 3, 1. 3യിൽ നിന്ന് 1ലേക്ക് ഒരു പാത്ത് ഉണ്ട്. Then 3, 4. 3യിൽ നിന്ന് 4ലേക്ക് ഒരു പാത്ത്. Then 3, 2. 3, 2 എന്ന് പറയുമ്പോൾ 3യിൽ നിന്ന് 2ലേക്ക് തിരിച്ചൊരു പാത്ത് പോയിട്ടുണ്ട്. Then അടുത്ത് 4, 0. 4, 1, 0 ആണ്. 4, 2, 0 ആണ്. 4, 3, 2/3. അപ്പൊ 4ൽ നിന്ന് 3യിലേക്ക് ഒരു പാത്ത് ആൻഡ് 4ൽ നിന്ന് 4ലേക്ക്, ദാറ്റ് മീൻസ് സെൽഫ് ലൂപ്പ്. 4ൽ നിന്ന് 4ലേക്ക് ഒരു പാത്ത്. അപ്പൊ ഇങ്ങനെയാണ് ട്രാൻസിഷൻ ഡയഗ്രാം വരുന്നത്. ചെക്ക് വെദർ ദ മാർക്കോവ് ചെയിൻ ഈസ് എർഗോഡിക്. അപ്പൊ എർഗോഡിക് ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇറഡ്യൂസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതിനാദ്യം ഇതിന്റെ കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ്സസ് എന്ന് എഴുതി നോക്കാം. ഇപ്പൊ 1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്തു. 1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നിന്ന് 2ലേക്ക് പാസ് ചെയ്തു. 2ൽ നിന്ന് 3യിലേക്ക് പാസ് ചെയ്തു. Then 3 to 4, then 4 to 3 and 3 to 1. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് 1ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എല്ലാ നോഡ്സിൽ കൂടിയും പാസ് ചെയ്ത് 1ൽ തിരിച്ചെത്തുന്ന ഒരു പാത്ത് ഉണ്ട്. സോ ദ കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ് കണ്ടെയ്ൻസ് ഓൾ ദ നോഡ്സ് 1, 2, 3, 4. എല്ലാ നോഡ്സും ഇൻക്ലൂഡഡ് ആണ്. എല്ലാ നോഡ്സും ഇൻക്ലൂഡഡ് ആണെങ്കിൽ ദാറ്റ് ഈസ് ഇറഡ്യൂസിബിൾ. എല്ലാം ഇൻക്ലൂഡഡ് ആണെങ്കിൽ അത് ഇറഡ്യൂസിബിൾ ആയിരിക്കും. ഓക്കെ, ഇനി അപ്പീരിയോഡിക് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പീരിയോഡിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഓക്കെ, 2 എന്ന് പറയുന്ന നോഡിന് ഒരു സെൽഫ് ലൂപ്പ് ഉണ്ട്, 4ന് സെൽഫ് ലൂപ്പ് ഉണ്ട്. അപ്പൊ ഈ കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ്സിൽ d(2) പീരീഡ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ സെൽഫ് ലൂപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ പീരീഡ് എപ്പോഴും 1 ആയിരിക്കും. സെൽഫ് ലൂപ്പ് ഉള്ള ഒരു നോഡിന്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ 1 ആയിരിക്കും സ്റ്റേറ്റിന്റെ. അങ്ങനെ 2ന്റെ പീരീഡ് 1 ആണ്. ആ 2 അങ്ങനെയാണെങ്കിൽ 2 ഇൻക്ലൂഡ് ചെയ്യുന്ന ക്ലാസ്സിലെ കമ്മ്യൂണിക്കേറ്റിംഗ് ക്ലാസ്സിലെ എല്ലാത്തിന്റെയും പീരീഡ് 1 തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാത്തിന്റെയും പീരീഡ് 1 ആയതുകൊണ്ട് ഇറ്റ് ഈസ് കോൾഡ് അപ്പീരിയോഡിക്. എല്ലാത്തിന്റെയും 1 ആയതുകൊണ്ട് അത് അപ്പീരിയോഡിക് ആയിരിക്കും. ഇനി പോസിറ്റീവ് റെക്കറന്റ്.
ഓൾവേസ് ഫൈനൈറ്റ് ടേംസ് ഫൈനൈറ്റ് റിട്ടേൺ ടൈം ആണുള്ളത്. റിട്ടേൺ ടൈം എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആണ്. സോ ദിസ് ഇസ് പോസിറ്റീവ് റെക്കറന്റ്. പോസിറ്റീവ് റെക്കറന്റ് ആണ്. അപ്പൊ ഈ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്തു. Therefore, the Markov chain is ergodic. ഓക്കെ, അപ്പോൾ എർഗോഡിക് ആണെങ്കിലാണ് നമുക്ക് റിട്ടേൺ ടൈം ഒക്കെ കാണാൻ പറ്റുള്ളൂ. അന്നേരമാണ് സ്റ്റേഷനറി ഡിസ്ട്രിബ്യൂഷനും ലിമിറ്റിംഗ് ഡിസ്ട്രിബ്യൂഷനും കോയിൻസൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമുക്ക് π1 ആ പ്രോപ്പർട്ടീസ് യൂസ് ചെയ്യാം. πp ഈക്വൽ ടു π എന്ന് പറയുന്ന പ്രോപ്പർട്ടി. ആൻഡ് ഹിയർ π കണ്ടെയ്ൻസ് π1 π2 4 ഒരു 4x4 മെട്രിക്സ് ആണല്ലോ. അപ്പൊ π1 π2 π3 π4 അങ്ങനെ 4 എലമെന്റ്സ് വരുന്നുണ്ട്. ആൻഡ് സാറ്റിസ്ഫൈ ദ കണ്ടീഷൻസ് π1 പ്ലസ് π2 പ്ലസ് π3 പ്ലസ് π4 ഈക്വൽ ടു 1. ഈ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഈ പൈയിൽ 4 വേരിയബിൾസ് ഉള്ളതുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിട്ട് എടുക്കാൻ വേണ്ടി ഞാൻ ഈ പൈനെ 1 x y z എന്ന് ചൂസ് ചെയ്യാണ്. എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം π1 വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ XYZ എന്ന് പറയുന്ന 3 വേരിയബിളിലേക്ക് ഇത് ചുരുങ്ങി കിട്ടും. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ π2 ബൈ π1 ആയിരിക്കും. y എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ π3 ബൈ π1 ആയിരിക്കും. ആൻഡ് z എന്ന് പറഞ്ഞാൽ π4 ബൈ π1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ XYZ എന്ന് പറയുന്ന വേരിയബിൾസ് വെച്ചിട്ട് നമുക്ക് ഇത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ 1 x y z ഇൻറ്റു p എന്ന് പറയുന്ന മെട്രിക്സ് ഈക്വൽ ടു 1 x y z. ഇങ്ങനെയാണ് നമ്മൾക്ക് മെട്രിക്സ് πp ഈക്വൽ ടു π എന്ന് പറയുന്ന ഇക്വേഷൻ വരാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ π ഇൻറ്റു 1 ഇൻറ്റു 0 പ്ലസ് x ഇൻറ്റു 4/6. അപ്പോൾ 4/6 x പ്ലസ് 1/4 y ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഓക്കെ, ദെൻ അടുത്ത സെക്കൻഡ് റോ എടുക്കുമ്പോൾ 4/5 x പ്ലസ് 1/6 y പ്ലസ് 1/4 1 into 4/5. So 4/5 plus 1/6 x plus 1/4 y equal to x എന്ന് വരും. Then third row 1/5 plus 1/6 x plus 2/3 z equal to y. And last row 0 plus 0x plus 1/2 y plus 1/3 z equal to z എന്ന് കിട്ടും. ഓക്കെ, then from first equation 4/6 x plus 1/4 y. അപ്പോൾ ഇക്വേഷനിൽ നിന്ന് നമുക്ക് LCM എടുക്കുമ്പോൾ 16x plus 6y equal to 24 എന്ന് വരും. ദാറ്റ് ഈസ് ഇക്വേഷൻ 1. ദെൻ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് 4/5 റൈറ്റിലേക്ക് കൊണ്ടുപോകാം, എക്സ് ലെഫ്റ്റിലേക്കും വരും. അപ്പോൾ 1/6 എക്സ് മൈനസ് എക്സ് പ്ലസ് 1/4 വൈ ഈക്വൽ ടു മൈനസ് 4/5 എന്ന് വരും. ദെൻ ഇവിടെ നമുക്ക് LCM എടുക്കുമ്പോൾ എക്സ് മൈനസ് 6x, അപ്പം മൈനസ് 5x/6 പ്ലസ് 1/4 വൈ ഈക്വൽ ടു മൈനസ് 4/5. എല്ലാത്തിൽ നിന്നും നെഗറ്റീവ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 5x/6 മൈനസ് 1/4 വൈ ഈക്വൽ ടു 4/5 എന്ന് കിട്ടും. ഇനി LCM എടുക്കാം. LCM എടുക്കുമ്പോൾ 20x മൈനസ് 6y ഈക്വൽ ടു 24 into 4 96/5 എന്ന് വരും. ദാറ്റ് ഈസ് ഇക്വേഷൻ 2. ഇപ്പം ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി നമുക്കിനി സോൾവ് ചെയ്യാം. ഓക്കെ, ഇപ്പം 16x പ്ലസ് 6y ഈക്വൽ ടു 24. ദെൻ ഇക്വേഷൻ 2 20x മൈനസ് 6y ഈക്വൽ ടു 96/5 എന്ന് വരും. ഇപ്പം സോൾവ് ചെയ്യുമ്പോൾ 36x is equal to 24 plus
96/5. ഇതിന് സോൾവ് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു 6/5 എന്ന് വാല്യൂ കിട്ടും. ദെൻ അതിന് ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വൈയുടെ വാല്യൂ കിട്ടും. ദെൻ തേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇസഡ് ഈക്വൽ ടു 3/5. അപ്പോൾ ഇതാണ് എക്സ് വൈ ഇസഡ് 3 വാല്യൂസ് വരാം. Then also we know the property pi1 plus pi2 plus pi3 plus pi4 equal to 1 എന്ന് നമുക്കറിയാം പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇതിൽ നിന്ന് pi1 ഔട്ട്സൈഡ് എടുക്കുവാണെങ്കിൽ 1 പ്ലസ് pi2 ബൈ pi1 അതിന് നമ്മൾ എക്സ് എന്ന് ഡിനോട്ട് ചെയ്തു. എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 1 പ്ലസ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഈക്വൽ ടു 1/pi1. അപ്പോൾ 1/pi1 വാല്യൂ കിട്ടണമെങ്കിൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 1/pi1 ഈക്വൽ ടു 1 പ്ലസ് എക്സിന്റെ വാല്യൂ 6/5 പ്ലസ് വൈയുടെ വാല്യൂ 4/5 പ്ലസ് ഇസഡിന്റെ വാല്യൂ 3/5 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു വി ഗെറ്റ് ദ വാല്യൂ 18/5. അപ്പോൾ 1/pi1 ഈക്വൽ ടു 18/5 എന്ന് വന്നു. ദാറ്റ് ഈസ് pi1 ഈക്വൽ ടു 5/18 എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് ബാക്കി വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാം. എക്സ് ഈക്വൽ ടു 6/5 ആണ് അല്ലേ. അപ്പൊ pi2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ഈക്വൽ ടു pi2/pi1 ആണ്. അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ 6/5 ഈക്വൽ ടു pi2/pi1. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് pi2ന്റെ വാല്യൂ കിട്ടാനായിട്ട് 6/5 ഇൻറ്റു pi1. pi1ന്റെ വാല്യൂ ഇപ്പൊ നമുക്ക് കിട്ടി 5/18. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ക്യാൻസൽ ആവും. pi2 ഈക്വൽ ടു 1/3 എന്ന് വരും. ദെൻ അടുത്തത് pi3 ഈക്വൽ ടു എങ്ങനെ എഴുതാം? pi3 ഈക്വൽ ടു y ഇൻറ്റു pi1 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ y ഇൻറ്റു pi1 എന്ന് വരും. ദാറ്റ് ഈസ് y എന്ന് പറഞ്ഞാൽ 4/5 ഇൻറ്റു pi1 ഈസ് 5/18. അപ്പൊ 4/18 എന്ന് വരും. 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 2/9 എന്ന് കിട്ടും. ദെൻ pi4 ഈക്വൽ ടു z ഇൻറ്റു pi1. ഹിയർ z ഈക്വൽ ടു 3/5 ഇൻറ്റു 5/18. 5 ക്യാൻസൽ ആവും. ക്യാൻസൽ ചെയ്യുമ്പോൾ 3 18 ക്യാൻസൽ ചെയ്യുമ്പോൾ 1/6 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് pi1, pi2, pi3, pi4ന്റെ വാല്യൂസ് വരാം. ഇനി നൗ വി ഹാവ് ടു ഫൈൻഡ് ദി എക്സ്പെക്ടഡ് റിട്ടേൺ ടൈം. ദാറ്റ് മീൻസ് τ1. എക്സ്പെക്ടഡ് റിട്ടേൺ ടൈം τ1 ഈക്വൽ ടു 1/pi1 ആണ്. അപ്പോൾ pi1 എന്ന് പറഞ്ഞാൽ 5/18 ആണ്. സോ ദാറ്റ് ഈസ് 18/5 എന്ന് കിട്ടും. Then expected return time to state 2, that is 1/pi2 എന്നാണ്. 1/pi2. pi2ന്റെ ആൻസർ 1/3. സോ 3 എന്ന് കിട്ടും. ഓക്കെ, expected return time to state 3, that is τ3 equal to 1/pi3. Here pi3 equal to 2/9. So answer is 9/2. And expected return time to state 4 is 1/pi4, that is equal to 6. ഇങ്ങനെയാണ് എക്സ്പെക്ടഡ് റിട്ടേൺ ടൈം കാണാം. അപ്പോൾ ഇത്രയാണ് എക്സ്പെക്ടഡ് പ്രോബ്ലംസ് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് എല്ലാം മൺസിന്റെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.